Okay. And the value of NCR. NCR the value on the formula. The Shahin Shah NCR. NCR equal to NCR 0. eh? NCR le? Ah. NCR the value. NCR മറ്റേ അതിന്റെ പേരാണ് N/N-R അതല്ലേ? അല്ലടാ, N-R ഒന്നുമല്ല. എന്താ ഫർഹാന്റെ NCR-ന്റെ വാല്യൂ? NCR is equal to NCR is equal to n factorial by n minus r factorial into r factorial. 10C2 എത്ര? 10C2 എന്ന് വെച്ചാൽ 10 പിന്നെയൊന്നും കേട്ടില്ല. എന്നോടാണോ? ആ, ഫർഹാനോട് തന്നെയാ. 10 into divided by 10C2 എത്രയാണ്? എങ്ങനെയാണ് കാണുന്നത്? 10 minus 2 factorial into 2 factorial. ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞ ആൻസർ ക്ലിയർ ആയല്ലോ. ന്യൂമറേറ്റർ പറഞ്ഞാൽ മതി, ഡിനോമിനേറ്റർ ഞാൻ കേട്ടു. 10 factorial by 10. ഓക്കെ. ശരി, ഫാക്ടോറിയൽ ആദ്യം ഇല്ലായിരുന്നല്ലോ. 10 factorial by. ശരി. Then ഈ 10C2 ഈക്വൽ ആയിട്ടുള്ള വേറൊരു കോമ്പിനേഷൻ പറഞ്ഞു. 10C2 ഈക്വൽ ആയിട്ട് 10C2 ഈക്വൽ ടു എന്താ ഇർഫാനെ? 10C2 ഈക്വൽ ടു പറയണത് 10C പറയാൻ സാധനം 10C2 ഈക്വൽ ആയിട്ട് വരുന്നത് എന്താണ്? 10C8 വരും. 10C8. 10C2 ഈക്വൽ ടു 10C8 എന്ന് വരും. ശരി. 20C4 ആണെങ്കിലോ? 20C4 ഈക്വൽ ആയിട്ട് എന്ത് വരും സുഹാന? 20C4 ഈക്വൽ ആയിട്ട് 20C16 വരും. 20C16. ഓക്കെ. NC0 വാല്യൂ, NC0 ഈക്വൽ ടു എന്താ ഹാഷിമേ? NC0 1. NC0 ഈക്വൽ ടു 1. റിസ്വാന NCN എത്രയാണ്? സാറ് പറഞ്ഞാൽ തിരിഞ്ഞില്ല, സ്റ്റക്ക് ആവുമായിരുന്നു. NCN വാല്യൂ എത്രയാണ്? NCN വാല്യൂ 1. NCN ഈക്വൽ ടു 1. ശരി. നമ്മൾ ഇന്നലെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എക്സസൈസിനകത്ത് ഇനി ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ആണോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 9. വായിച്ച് ചെയ്ത മക്കളേതാ? In how many ways can a student choose a program of 5 courses? In how many ways can a student chooses a program of 5 courses if 9 courses are available and 2 specific courses are compulsory for every student? Question meaning clear along? Question meaning Bhima Karime.
സ്റ്റുഡന്റിന് 9 കോഴ്സിൽ നിന്ന് 5 കോഴ്സ് സെലക്ട് ചെയ്യണം. 9 കോഴ്സിൽ നിന്ന് 5 കോഴ്സ് സെലക്ട് ചെയ്യണം. ശരി. അതില് 2 കോഴ്സ് നിർബന്ധമാണ്. 2 കോഴ്സ് നിർബന്ധമാണ്. എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം കേട്ടോ. 2 കോഴ്സ് കമ്പൽസറി എന്ന് പറഞ്ഞേക്കണേ. ആ 2 കോഴ്സ് ഉറപ്പായിട്ടും സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. 2 കോഴ്സ് നിർബന്ധമാണ്. അപ്പോൾ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം ആലോചിച്ച് നോക്കുക എല്ലാവരും. ആകെ 9 കോഴ്സ് ഉണ്ട്. 9 കോഴ്സിൽ നിന്ന് 5 കോഴ്സ് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 കോഴ്സ് കമ്പൽസറി ആണ്. 2 കോഴ്സ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അത് കമ്പൽസറി ആണ്. 2 കോഴ്സ് ഉറപ്പായിട്ടും ഉണ്ട്. നിർബന്ധമാണ് ആ 2 കോഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? എന്തായിരിക്കും ആൻസർ? അൽസാഫ നിനക്ക് എന്താ തോന്നണേ? 9C2 ആണോ? 9C2 അല്ല, 9C5. 9C5 എന്ന് പറഞ്ഞാൽ 9 കോഴ്സിൽ നിന്ന് 5 കോഴ്സ് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാന്നാ. 9 കോഴ്സിൽ നിന്ന് 5 കോഴ്സ് 9C5 രീതിയിൽ സെലക്ട് ചെയ്യാം. അവിടെ വേറെ കണ്ടീഷൻസ് ഒക്കെ വേറെ തന്നിട്ടുണ്ട്. 2 കോഴ്സ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നാ പറഞ്ഞേക്കണത്. അപ്പൊ നീ സെലക്ട് ചെയ്യണമെങ്കിൽ 5 എണ്ണത്തിനകത്ത് 2 ഇല്ലെങ്കിലോ? നീ 9ൽ നിന്ന് 5 എത്ര രീതിയിൽ എടുക്കാന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ 2 ചിലപ്പോൾ ഇല്ലാണ്ടും വരാൻ പാടില്ലേ? അപ്പൊ അത് പറ്റില്ല. 9C5 അല്ല ആൻസർ. എന്താ റോസ്മരി ആൻസർ? 7C3. എങ്ങനെ കിട്ടി? 2 കോഴ്സ് കമ്പൽസറി അല്ലേ? അപ്പോ അതെ. -5 -2. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. 2 കോഴ്സ് കമ്പൽസറി എന്ന് പറഞ്ഞേക്കണേ. 2 കോഴ്സ് നിർബന്ധമായിട്ടും ഉണ്ട്. പിന്നെ ബാക്കി ആ 2 കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര കോഴ്സ് ഉണ്ട്? 7 എണ്ണമുണ്ട്. 7 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ആൻസർ. ആകെ 9 എണ്ണം ഉണ്ട്. ആ 9 എണ്ണത്തിൽ 2 എണ്ണം കമ്പൽസറി ആണ്. അപ്പോൾ ആ 2 എണ്ണം അങ്ങ് മാറ്റി. 9 എണ്ണത്തിൽ 2 എണ്ണം നിർബന്ധമായും കുട്ടി സെലക്ട് ചെയ്തിരിക്കണം. ആ 2 എണ്ണം അങ്ങോട്ട് എടുത്ത് മാറ്റി. ബാക്കി 7 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം എടുത്താൽ പോരെ? ബാക്കി 7 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം എടുക്കുക എന്നുള്ളതാണ് അതിന്റെ ആൻസർ. 7C3 ആണ് കേട്ടോ ആൻസർ. താഴെ എഴുതിക്കോ. Since 2 courses are compulsory, since 2 courses are compulsory, since 2 courses are compulsory, the student has to select. Since 2 courses are compulsory, the student has to select 3 courses from 7 courses. Since 2 courses are compulsory, the student has to select 3 courses from 7 courses. And this can be done in 7C3. This can be done in 7C3. 7 into 6 into 5 by 1 into 2 into 3 equal to 35 ways. Okay. എക്സസൈസ് കഴിഞ്ഞു കേട്ടോ. ഞാൻ വേറെ 1-2 ക്വസ്റ്റ്യൻസ് തരാം. ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളുക കേട്ടോ. വേറൊരു ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളുക. എക്സസൈസിലുള്ളതല്ല. എക്സസൈസ് കഴിഞ്ഞു കേട്ടോ. എക്സസൈസ് നമ്മൾ ഫിനിഷ് ചെയ്തു. വേറെ ക്വസ്റ്റ്യൻ എക്സാമിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റിലെ സോൾവ് ആണോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. സോൾവ് ആണോന്ന് അറിയില്ല. What is the number of ways of choosing? What is the number of ways of choosing? What is the number of ways of choosing
4 cards. What is the number of ways of choosing 4 cards? 4 cheater. What is the number of ways of choosing 4 cards from a pack of 52 playing cards? From a pack of 52 playing cards. From a pack of 52 playing cards. From a pack of 52 playing cards. In how many of these? In how many of these? In how many of these? 1, 2, 3 number at the in how many of these? First one, 4 cards of the same suit. 4 cards of the same suit. 4 cards of the same suit. Then the 4 cards belongs to 4 cards belongs to 4 different suits. 4 cards belongs to 4 different suits. 4 cards belongs to 4 different suits. മൂന്നാമത്തേത് are face cards. Are face cards. Are face cards. Face cards. നാലാമത്തേത് 2 are red cards and 2 are black cards. 2 are red cards. 2 are black cards. Last അഞ്ചാമത്തേത് cards are of same color. 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 Question clear ആലോ? മൊത്തം 52 ചീട്ടുണ്ട്. 52 ചീട്ടിൽ നിന്ന് 4 ചീട്ട് എടുക്കുന്നു കേട്ടോ. 52 ചീട്ടിൽ നിന്ന് 4 ചീട്ട് എടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 cards of the same suit. 4 cards of the same suit. എന്താ സെയിം സ്യൂട്ട് എന്ന് പറഞ്ഞ സ്യൂട്ട് എന്താ? സ്യൂട്ട് എന്ന് പറഞ്ഞത് എന്താണ്? 4 cards are of the same suit. എന്താ ഭീമ കൈമേ? ഒരേപോലത്തെ കാർഡെന്നാണ്. ഒരേപോലത്തെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ഇതിനകത്ത്? സെയിം സ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ചീട്ടിന്റെ കേസിനകത്ത്? പ്ലേയിങ് കാർഡ്സ് സെയിം ടൈപ്പ് കാർഡ്. സെയിം ടൈപ്പ്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ സെയിം സിംബൽസ്. സെയിം സിംബൽസ് അല്ല. സെയിം സിംബൽസ് അല്ല. എന്താ ഓഫീസ? സാറേ ഞാൻ ചീട്ട് കളിക്കാറില്ല. ചീട്ട് കളിക്കാറില്ല? അപ്പൊ ഞാൻ ഭയങ്കര ചീട്ട് കളിക്കാരനാന്നൊന്നുമില്ല ഓഫീസ പറഞ്ഞിട്ടാല്. അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്താന്ന്. എനിക്കറിയില്ല കേട്ടോ. അറിയില്ല? ഞാൻ പറഞ്ഞല്ലേ ഇന്നലെ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ മാത്തമാറ്റിക്സ് പഠിക്കണമെങ്കിൽ ചീട്ട് കളി പഠിക്കണമെന്ന്. ചീട്ടിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ചീട്ടിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിഞ്ഞാലാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആൻസർ ഷീറ്റിനകത്ത് അങ്ങനെ എഴുതി വെക്കേണ്ടി വരും. ഞാൻ ചീട്ട് കളിച്ചിട്ടില്ല സാർ, അതുകൊണ്ട് ഇത് എനിക്ക് അറിയില്ല എന്ന് എഴുതി വെക്കേണ്ടി വരും. 52 കാർഡ്സ് ഉണ്ട് കേട്ടോ. 52 കാർഡ്സ് ഉണ്ട്. 52 കാർഡിനെ മൊത്തം 52 കാർഡ്സ്. 52 പ്ലേയിങ് കാർഡ്സ്. ഈ 52 കാർഡിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. 52 കാർഡിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു.
26 എന്തായിരിക്കും 26? എങ്ങനെയായിരിക്കും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണേ 52 കാർഡിനെ? ബ്ലാക്കും റെഡും. റെഡും ബ്ലാക്കും. ശരി, റെഡും ബ്ലാക്കും. പാറിക്കച്ചീട്ടെടുക്കാരെന്ന് മനസ്സിലായി. റെഡും ബ്ലാക്കും കേട്ടോ. 26 റെഡ് കാർഡ്സും 26 ബ്ലാക്ക് കാർഡ്സും. 26 റെഡ്, 26 ബ്ലാക്ക് കേട്ടോ. മൊത്തം 52 ഷീറ്റുണ്ട്. ഈ 52 ഷീറ്റിൽ 26 എണ്ണം ചുവന്നതായിരിക്കും, 26 എണ്ണം കറുത്തതായിരിക്കും. ഇനി ഈ റെഡിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് തിരിക്കും. റെഡിനെ വീണ്ടും രണ്ടായിട്ടെണ്ണം തിരിക്കുവാണ്. 13 എണ്ണം വീതം. 13 എന്തൊക്കെയായിരിക്കും? ഡയമണ്ടും ഹാർട്സും. ഹാർട്സും ഡയമണ്ട്സും. ഹാർട്സും ഡയമണ്ട്സും. 13 ഹാർട്സ് ആൻഡ് 13 ഡയമണ്ട്സ്. 26 റെഡിനെ, 13 ഹാർട്സ്, 13 ഡയമണ്ട്സ്. 26 ബ്ലാക്കിനെയോ? ഇതിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കും. സ്പേഡും സ്പേഡ്സ് ആൻഡ് ക്ലബ്സ്. 13 ക്ലബ്സ്. ഫ്ലവർ. സ്പേഡും ക്ലബ്സും കേട്ടോ. സ്പേഡും ക്ലബ്സും. ആകെ 52 ചീട്ടുണ്ട്. 52 ചീട്ടിനെ 26 ചുമപ്പും 26 ചുമപ്പിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. 13 വീതം. 13 വീതം ഹെഡ്സ് ആൻഡ് ഡയമണ്ട്സ്, ബ്ലാക്ക്, സ്പേഡ്സ് ആൻഡ് ക്ലബ്സ്. ഇതാണോ സ്യൂട്ട് എന്ന് പറയുന്നത്? ഹെഡ്സ്, ഡയമണ്ട്സ്. 4 സ്യൂട്ടാണ്. 4 സ്യൂട്ട്. ഹെഡ്സ്, ഡയമണ്ട്സ്, ക്ലബ്സ് ആൻഡ് സ്പേഡ്. ഇത് 4മാണ് 4 സ്യൂട്ടായിട്ട് വരുന്നത്. ഓരോ സ്യൂട്ടിലും 13 കാർഡ്സ് വീതമുണ്ട്. ഓരോന്നിലും 13 കാർഡ്സ് വീതം. മൊത്തം 52 കാർഡ്സ് ആണ് കേട്ടോ. ഓരോ സ്യൂട്ട്. സ്യൂട്ട് എന്ന് പറഞ്ഞതാണ് ഹെഡ്സ്. ഹെഡ്സ് ഒരു സ്യൂട്ടാണ്. ക്ലബ്സ് അടുത്തത്, ഡയമണ്ട് അടുത്തത്, സ്പേഡ് അടുത്തത്. ഇങ്ങനെ 4 സ്യൂട്ടായിട്ടാണ് കാർഡിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി സിമ്പിളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ ഹെഡ്സിന്റെ സിമ്പിള്? നിങ്ങൾക്ക് നല്ല പരിചയമായിരിക്കുമല്ലോ ഹെഡ്സിന്റെ സിമ്പിള്. എനിക്ക് വരച്ച അത്ര ശീലമില്ല, എന്നാലും ഞാൻ ഒരുവിധം വരയ്ക്കാം കേട്ടോ. അത്ര നന്നായില്ല. ഹെഡ്സ്. ഹെഡ്സിന്റെ സിമ്പിൾ കേട്ടോ. ചീട്ടിനകത്ത് അങ്ങനെ പടം കാണും, അങ്ങനെ ഒരു എംബ്ലം കാണും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഹെഡ്സ് അങ്ങനെ ഒരു എംബ്ലം ഉണ്ടായിരിക്കും. പിന്നെ ഡയമണ്ടോ? ഡയമണ്ട് ഷേപ്പ് ഇങ്ങനെയല്ലേ വളരെ? ഡയമണ്ട് ഏകദേശം അങ്ങനെയാണ് കേട്ടോ ഡയമണ്ട് ഷേപ്പ്. ദെൻ സ്പെയ്ഡ്. സ്പെയ്ഡ് തിരിച്ചിങ്ങനെയോ ആണ്. അതുകൊണ്ട് വരയ്ക്കുമ്പോ അത്ര ശരിയാവണില്ല. ഇങ്ങനെ എന്തോ ഒരു ഷേപ്പ് കേട്ടോ. സ്പെയ്ഡ് ഏകദേശം അങ്ങനെയല്ലേ? സ്പെയ്ഡ്. ദെൻ ക്ലബ്സോ? ഏകദേശം ഇങ്ങനെ ഷേപ്പാണ് കേട്ടോ ക്ലബ്സ്. ഓക്കെ, ഇത് ബ്ലാക്ക് കളർ ആയിരിക്കും കേട്ടോ. ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് കളർ ആയിരിക്കും. ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് കളറിലായിരിക്കും കിടക്കുന്നത്. ഇത് രണ്ടും കംപ്ലീറ്റ് ബ്ലാക്ക് കളറിലായിരിക്കും. മറ്റേത് രണ്ടും എന്തായിരിക്കും? റെഡ് കളറിലായിരിക്കും കേട്ടോ. റെഡ് കളറിലായിരിക്കും മറ്റേത് രണ്ടും. റെഡ് അല്ല പോകുന്നത്, സാരല്ല, റെഡ് കളറിലായിരിക്കും കേട്ടോ. ഇനി ഇതിനകത്ത് ഓരോ സ്യൂട്ടിനകത്തും ഓരോ സ്യൂട്ടിലും 13 ഷീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയും ഇതായിരിക്കും? 13 എണ്ണം. ഓരോ സ്യൂട്ടിലുള്ള 13 എണ്ണം ഏതൊക്കെയാണ്? ഏസ്, പിന്നെ 10 വരെ. 13 എണ്ണം നമുക്ക് നോക്കാം. അത് നമ്പേഴ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ നമ്പേഴ്സ്. ഇപ്പൊ ഹെഡ്സിനകത്താണെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെയുണ്ട്? 2 ചെറുത് 2 3 4 6 7 8 9 10. 2 മുതൽ 10 വരെ കേട്ടോ. 2 മുതൽ 10 വരെ. പിന്നെ എന്തുണ്ട്? ഏസ് ഉണ്ട്. ഏസ് ഉണ്ട്. 4 ഫേസ് കാർഡ്സ്. ജാക്ക്, കിങ്, ക്യൂന്. ജാക്ക്, കിങ്, ക്യൂൻ. 4 ഫേസ് കാർഡ് ഇല്ല കേട്ടോ. ഫേസ് കാർഡ് എന്ന് പറഞ്ഞാൽ 3 കേട്ടോ. ഏസ് ഫേസ് കാർഡിൽ വരില്ല. ഏസിന് ഫേസ് ഇല്ലല്ലോ, മുഖമില്ല കേട്ടോ.
അതിനകത്ത് ഫേസ് കാർഡിനകത്ത് വരുന്നത് ജാക്ക്, കിങ്, ക്യൂൻ. ജാക്ക്, കിങ്, ക്യൂൻ ഇത് മൂന്നെണ്ണമാണ് ഫേസ് കാർഡിൽ വരുന്നത്. ഫേസ് കാർഡ്. ഫേസ് കാർഡ്. ഇപ്പൊ മൊത്തം 13 നോക്കി. 2 മുതൽ 10 വരെ 9 ആയി. 2 മുതൽ 10 വരെ 9 ആയി. ഒരു ഏസ് 10 ആയി. ജാക്ക്, കിങ്, ക്യൂൻ ഉണ്ടാവും കേട്ടോ. ഹെഡ്സിന്റെ കളറിൽ ഇത്രയും ചീട്ടുണ്ടായിരിക്കും. ഡയമണ്ട്സിന്റെ കളറിൽ ഇതുപോലെ ഇത്രയും ചീട്ടുണ്ടായിരിക്കും. 13 എണ്ണം. സ്പീഡും 13 ഉണ്ടായിരിക്കും. ക്ലബ്സും 13 എണ്ണം ഉണ്ടായിരിക്കും കേട്ടോ. ഒരു കുത്തുചീട്ടിനകത്ത് ഇത്ര സാധനങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അറിയാൻ പാടില്ലെന്ന് പറയരുത് കേട്ടോ. ഇനി ചീട്ടുകൾ അറിയാൻ പാടില്ലെന്ന് പറയരുത്. ഇത്രയും കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ ഫീസ. ആ പ്രോബബിലിറ്റിക്കകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ. പ്രോബബിലിറ്റിക്കകത്തേക്ക് അത് ആവശ്യമായിട്ട് വരുന്നതാണ്. 4 ആയിട്ട് തിരിച്ചിരിക്കുന്നു. 4 സ്യൂട്ട് ഉണ്ട്. 4 സ്യൂട്ടിലും 13 കാർഡ് വീതമുണ്ട്. ആ 13 എണ്ണത്തിനകത്ത് 2 മുതൽ 10 വരെ നമ്പർ കാർഡ്. 9 എണ്ണം നമ്പർ കാർഡാണ്. ഒരെണ്ണം ഏസ് വരും. ഏസ് വരും. പിന്നെ ജാക്ക്, കിങ്, ക്യൂന് 3 ഫേസ് കാർഡും വരും. ശരി, ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം കേട്ടോ. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. Four cards of the same suit. 4 കാർഡും സെയിം സ്യൂട്ടിലെ ആയിരിക്കണം. 4 സ്യൂട്ട് ഉണ്ട് കേട്ടോ. 4 സ്യൂട്ട് ഉണ്ട്. 4 കാർഡ്. ഇപ്പൊ നമ്മള് ഒരു കുത്തു ചീട്ടിൽ നിന്ന് 4 ചീട്ട് എടുക്കുവാണ്. ഒന്നുകിൽ ആ 4 ചീട്ടും ഹെഡ്സ് ആയിരിക്കണം. 4 ചീട്ടും ഹെഡ്സ് ആയിരിക്കണം. അല്ലെങ്കിൽ 4 ചീട്ടും എന്തായിരിക്കണം? ക്ലബ്സ് ആയിരിക്കണം. അല്ലെങ്കിൽ 4ഉം സ്പീഡ് ആയിരിക്കണം. അല്ലെങ്കിൽ 4ഉം ഡയമണ്ട് ആയിരിക്കണം. അത് എത്ര രീതിയിൽ സാധിക്കും? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 4 ചീട്ട് എടുത്താൽ ആ 4 ചീട്ടും ഡയമണ്ട് ആവാം, ഹെഡ്സ് ആവാം, സ്പീഡ് ആവണം, അല്ലെങ്കിൽ ഏതാണെന്ന് പറയാത്തെ അത് എങ്ങനെ കിട്ടും? എന്താ മാർഗം? എന്താ ഫിദ? ആലോചിച്ചു നോക്ക, പറഞ്ഞു നോക്ക. ശരിയാവാണെ സ്വീകരിക്കാം, തെറ്റാവാണെ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഫിദ ആൻസർ പറ ഫിദ, പെട്ടെന്നാവട്ടെ അവളെ. 52 C4 ആണോ? 52 C4 അല്ല. 52 എണ്ണത്തിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. സെയിം കളർ ആയിരിക്കണം. 52 എണ്ണം എന്ന് പറഞ്ഞാൽ 4 ടൈപ്പാ കിടക്കണേ. അതിനകത്ത് 4 എടുത്താൽ പോരാ. ആ വ്യത്യാസം എന്താ നിങ്ങൾക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലാവാത്തെ? 52 ചീട്ടിൽ നിന്ന് 4 ചീട്ട് എടുത്താൽ പോരാ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും കേട്ടോ? 52 നിന്ന് 4 എണ്ണം. 52 നിന്ന് 4 എടുക്കുമ്പോൾ ഏത് കളർ വേണമെങ്കിലും ആവാം. ചിലപ്പോൾ ഒരു കളറായിരിക്കും, ചിലപ്പോൾ വേറെ വേറെ കളറായിരിക്കും. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. 4ലും ഒരേ കളർ തന്നെ വന്നെന്ന് നിർബന്ധം. അപ്പൊ 52 എണ്ണത്തിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. 26 C4. 26ഉം പറ്റില്ല. 26 എന്ന് പറഞ്ഞാൽ എല്ലാം കറപ്പായി പോകും. സെയിം സ്യൂട്ട് ആവില്ല. സെയിം സ്യൂട്ടാ പറഞ്ഞത്. 4 സ്യൂട്ട് എന്ന് പറഞ്ഞില്ലേ? സ്യൂട്ട് ഇതാണ്. ഹെഡ്സ് ഒരു സ്യൂട്ടാ, ഡയമണ്ട് വേറെ സ്യൂട്ടാ, സ്പേഡും ക്ലബ്സും വേറെ സ്യൂട്ടുകളാണ്. സെയിം സ്യൂട്ടിലായിരിക്കണം 4 എണ്ണം. 13 C4. 13 C4. 13 C4. ആൻസർ പൂർണ്ണമായില്ല. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എഴുതാൻ വരട്ടെ. എഴുതൊന്നും വേണ്ട. 13 C4 ആൻസർ പൂർണ്ണമായില്ല. ഈ 13 C4 എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാം മഫിദ? എന്താ 13 C4 എന്ന് പറഞ്ഞാൽ? എന്താ അതിന്റെ മീനിങ്? 13 C4ന്റെ മീനിങ് എന്താണ്? പറഞ്ഞോ ഫിദ, ധൈര്യമായിട്ട് പറഞ്ഞോ. 13 C4 എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയണേ? എനിക്ക് മനസ്സിലായില്ല സാറേ. എനിക്കറിയില്ല. 13 C4 എന്താന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ പേരെഴുതി വെക്കും. 13 C4 ഞാൻ ഇന്ന് പഠിപ്പിച്ച സംഭവമല്ല. 13 C4ന്റെ മീനിങ് എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചീട്ടിന്റെ കാര്യമൊക്കെ വിട്ടേരെ. 13 C4 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ എന്താ മനസ്സിലാക്കണേ?
13C4. 13 നിന്ന് 4 സെറ്റ്സിന് എങ്ങനെ എടുക്കാൻ പറ്റുന്ന എത്ര ടൈപ്പിൽ എടുക്കാൻ പറ്റുന്ന എത്ര ടൈപ്പ് എടുക്കാൻ പറ്റും? 13 ചീട്ടിൽ നിന്ന് 4 ചീട്ട് എത്ര രീതിയിൽ എടുക്കാം? അതാണ് 13C4. 13 ചീട്ടിൽ നിന്ന് 4 ചീട്ട് എത്ര രീതിയിൽ എടുക്കാം? ഇപ്പോൾ സെയിം സ്യൂട്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. 13 ഹെർട്സിൽ നിന്ന് 4 ഹെർട്ട് എടുക്കാം, അതിനകത്ത് വരും. ശരിയല്ലേ? 13 ഹെർട്സിൽ നിന്ന് 4 ഹെർട്സ് കിട്ടിയാൽ ഓക്കെയാണ്. 13C4 അവിടെ തീർന്നില്ലല്ലോ. 13 ഡയമണ്ടിൽ നിന്ന് 4 ഡയമണ്ട് കിട്ടിയാലും പോരെ? പറഞ്ഞ മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? 13 ഹെർട്സിൽ നിന്ന് 4 ഹെർട്സ് കിട്ടിയാൽ ഓക്കെയാണ്. 13 ഡയമണ്ടിൽ നിന്ന് 4 ഡയമണ്ട് കിട്ടിയാലും മതി. സെയിം സ്യൂട്ട് ആവണം പറഞ്ഞിട്ടുള്ളൂ. ഇന്ന സ്യൂട്ട് വേണമെന്ന് പറഞ്ഞിട്ടില്ല, ഹെർട്സ് തന്നെ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. സെയിം സ്യൂട്ട് ആവണം. 13 ഡയമണ്ടിൽ നിന്ന് 4 ഡയമണ്ട് ആവാം, 13 ഹെർട്സിൽ നിന്ന് 4 ഹെർട്സ് ആവാം, 13 ക്ലബ്സിൽ നിന്ന് 4 ക്ലബ്സ് ആവാം. പല രീതിയിൽ വരാം. പിന്നെ ഇനി പറയാമോ? തോന്നുന്ന ഡൗട്ടുകൾ ചോദിക്കണം കേട്ടോ. തോന്നുന്ന ഡൗട്ടുകൾ ചോദിച്ചോളണം. ഇതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ് സ്വാഭാവികമായിട്ടും. ഇപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോ ചോദിക്കാമെന്ന് നോക്കട്ടെ. ഞാൻ പറയാനില്ല ഉത്തരം. പറഞ്ഞോ. ഇനി നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? നമ്മളോട് സെയിം സ്യൂട്ട് ആവണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. സെയിം സ്യൂട്ട് ആവണം എന്നാണ് പറഞ്ഞേക്കണത്. അതെ, 13 ഹെർട്സ്. 13 ഹെർട്ടിൽ നിന്ന് 4 ഹെർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ ആണ്. അതുപോലെ തന്നെ ഡയമണ്ട് വരാം. ഡയമണ്ട്സ് 13C4 into 4 13C4 into 4 into 4 എവിടെ നിന്ന് കിട്ടിയതാ? അത് 4 ഉണ്ടല്ലോ, 4 ടൈപ്പ്, 4 സ്യൂട്ട് സെയിം ആണല്ലോ. അപ്പൊ കൂട്ടി ശരിയാണ്. 13C4. അപ്പൊ 13 ഹെർട്സിൽ നിന്ന് 4 ഹെർട്സ് 13C4 എടുക്കാം. ഡയമണ്ട്സിൽ നിന്ന് 4 എണ്ണം 13C4 എടുക്കാം. ക്ലബ്സിൽ നിന്ന് 4 എണ്ണം 13C4 രീതിയിൽ എടുക്കാം. ഇനി പറഞ്ഞോടെ ഉണ്ടല്ലോ സ്പീഡിൽ നിന്ന് 4 എണ്ണം 13C4 രീതിയിൽ എടുക്കാം കേട്ടോ. ഇനി ഫൈനൽ ആൻസർ കിട്ടാൻ വേണ്ടി, ടോട്ടൽ നമ്പർ ഓഫ് വേസ് കിട്ടാൻ വേണ്ടി ഇത് 4 കൂടെ കൂടി കൂട്ടും. ഇത് 4 കൂടെ കൂടി കൂട്ടുന്നതാണ് ടോട്ടൽ നമ്പർ ഓഫ് വേസ്. അല്ലെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ 4 കൂടെ കൂട്ടുക. രണ്ടും ഒന്നാണ്. ഞാൻ പറഞ്ഞു തരാം, എന്നിട്ട് എഴുതി വന്നിട്ട് ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോ. There are 4 suits. There are 4 suits. Namely, അറിയാവുന്നവർ എഴുതുന്നില്ല കേട്ടോ, അറിയില്ലാത്ത എഴുതി വെച്ചോ. There are 4 suits, namely club, search, diamond and spade. Club, search, diamond and spade. There are 13 cards in each suit. There are 13 cards. 13 ചീട്ട് ഉണ്ട്. 13 cards in each suit. മൊത്തം 4 സ്യൂട്ട് ഉണ്ട്. There are 13 cards in each suit. ഓരോ സ്യൂട്ടിലും 4 കാർഡ് വീതമുണ്ട്. There are 13C4 ways of choosing. There are 13C4 ways of choosing spades, comma, 13C4 ways of choosing clubs. 13C4 ways of choosing spade, 13C4 ways of choosing clubs, 13C4 ways of choosing diamonds, 13C4 ways of choosing spades. 4 എണ്ണം പറഞ്ഞ റിപ്പീറ്റ് ചെയ്യുന്ന എനിക്കറിയില്ല. സ്പേഡ്, ക്ലബ്സ്, ഡയമണ്ട്, ഹെഡ്സ്. Therefore, total number of ways equal to. Therefore, total number of ways equal to 4 കൂടി ആഡ് ചെയ്തോളൂ കേട്ടോ. 13C4 plus 13C4 plus 13C4 plus 13C4. ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് മതി. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. That is 4 into 13C4.
4 into 13C4. 13 into 12 into 11 into 10. By 1 into 2 into 3 into 4. 3 into 4, 12 വെട്ടിക്കോളും. 2 multiply 5. അമ്പത്തഞ്ച് ഗുണം 13 into 4. 55 into 52 വരും. എത്ര വരും അത്? 55 into 52 ആണെന്ന് തോന്നുന്നു. കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞ ആൻസർ ആണ് 2860. ഓക്കെ, 2860. 2860. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സർ ആ, സർ ശരിക്കും നമ്മൾ ടോട്ടൽ വേസ് കാണാൻ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ അല്ല യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് കുട്ടിയല്ല? ഞാനത് പറഞ്ഞില്ലായിരുന്നോ? അതിനകത്ത് ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ചോദിക്കുകയാണെങ്കിൽ എവിടുന്ന ആ ചോദ്യമായിരുന്നു കേട്ടോ അത്. അന്ന എന്താണ് അന്ന? സെയിം ഡൗട്ട് ആയിരുന്നു. സെയിം ഡൗട്ട്. ആ സെയിം ഡൗട്ടിന് മറുപടി ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ആ ഡൗട്ടിന് മറുപടി ഞാനൊരു അല്പോടെ 1-2 റോഡും ചെയ്തിട്ട് മറുപടി പറയാം. ഓക്കെ, ശരി കേട്ടോ. ആ ഡൗട്ട് അവിടെ നിൽക്കട്ടെ, മറുപടി പറയാം കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ ചോദിച്ചേനെ. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരിക. Question number 2. 4 cards belongs to 4 different suits. 4 cards belongs to 4 different suits. ഇത് ചെയ്ത് കഴിയുമ്പോൾ അതിന് മറുപടി പറഞ്ഞുതരാം കേട്ടോ. 4 cards belongs to 4 different suits പറഞ്ഞേക്കണേ. അപ്പൊ 4 ചീട്ട് എടുത്താൽ 4 ചീട്ടും 4 സ്യൂട്ടിൽ നിന്നുള്ളതായിരിക്കണം. നമ്മുടെ കയ്യിൽ 4 ചീട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം ഹെയർട്ട് ആയിരിക്കണം, ഒരെണ്ണം ഡയമണ്ട് ആയിരിക്കണം, ഒരെണ്ണം ക്ലബ്സ് ആയിരിക്കണം, ഒരെണ്ണം സ്പേഡ് ആയിരിക്കണം. 4 ചീട്ട് 4 സ്യൂട്ടിലെ ആയിരിക്കണം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? 4 ചീട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ. എല്ലാ പ്രോബ്ലത്തിലും 4 ചീട്ടാട്ടോ. മെയിൻ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സബ് പാർട്ട് എഴുതുന്നതിന് മുമ്പ് മെയിൻ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 കാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 4 കാർഡ്സ്. എല്ലാ ക്വസ്റ്റിനകത്ത് 4 കാർഡാണ് എടുക്കുന്നത്. 4 കാർഡ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഈ 4 കാർഡും നമുക്ക് കിട്ടുന്ന 4 കാർഡും 4 സ്യൂട്ടിലെ ആയിരിക്കണം. ഒരെണ്ണം സ്പേഡ് ആയിരിക്കണം, ഒരെണ്ണം ഹെർട്ട് ആയിരിക്കണം, ഒരെണ്ണം ഡയമണ്ട് ആയിരിക്കണം, ഒരെണ്ണം പറയാൻ വിട്ടുപോയത് ക്ലബ്സ് ആണെന്നോളൂ. ക്ലബ്സ് ആയിരിക്കണം. ശരി, മിർസ എന്തായിരിക്കും മിർസ? ശരിയാണെന്നറിയില്ല. 13C1 into 4. 13C1 into 4. 13C1 into 4. മിർസയുടെ ആൻസർ ഞാൻ ഇവിടെ എഴുതി വെക്കാം, നമുക്ക് നോക്കാം. മിർസ 13C1 into 4 എന്നാണ് മിർസയുടെ ആൻസർ. ഈ ആൻസർ ഉള്ളവരെന്ന് കൈവയ്ക്കേ. ശരി ശരി, കൃഷ്ണ കൈവയ്ക്കതാണോ? ആലോചിക്കുക. ശരി ശരി ശരി. ഇനി വേറെ ആൻസർ ഉണ്ടോ? അപ്പൊ കുറച്ച് കയ്യെ പൊങ്ങിയോളൂ. ആൻസറുകാരുണ്ടാവുമായിരിക്കുമല്ലോ. എന്താ ഹഫീസയുടെ ആൻസർ? ചീട്ടുകളിൽ അറിയാൻ പാടില്ലാത്തവരോടാ ചോദ്യം ചെയ്യുകയാണ്. ഹഫീസ ആൻസർ ഇല്ല സർ. ആൻസർ ഇല്ലാത്ത ക്വസ്റ്റ്യനോ? എനിക്കറിയില്ല. ആലോചിച്ച് നോക്ക്. അറിയില്ല എന്നുള്ളത് ആൻസർ അല്ലല്ലോ. എങ്ങനെയായിരിക്കും കിട്ടേണ്ടതെന്ന് ആലോചിച്ച് നോക്ക്.
4 ചീട്ടും 4 ഡിഫറെന്റ് സ്യൂട്ടിലായിരിക്കണം. എന്തായിരിക്കും സുഹാന? സുഹാന സുഹാന സാർ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോ. നീ പറഞ്ഞു, ഇപ്പൊ കേട്ടില്ലായിരുന്നോ? ആ എന്തോ 13C1 into 4 തന്നെയാണ്. എന്താ മോഹന്റെ ആൻസർ? അതിന് വേണ്ടി എല്ലാരും അത് തന്നെ തരാം. അതിന്റെ പറഞ്ഞപ്പോൾ വേറെ ചോദിക്കില്ലല്ലോ. വേറെ ഇതല്ലാണ്ട് വേറെ ആൻസർ ഉള്ളവരൊന്ന് കൈവയ്ക്കേ. 13C1 into 4 അല്ലാതെ വേറെ ആൻസർ ഉള്ളവര്? ശരി, ഫാത്തിമ. എന്താ ഫാത്തിമ? സർ അറിയില്ല കേട്ടോ, എന്റെ ഡൗട്ടാണ്. 13C1 into 13C1 into 13C1 into 13C1. ആ കറക്റ്റ് ആണ് കേട്ടോ, അതാണ് ആൻസർ. 13C1 into 13C1 into 13C1 into 13C1. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആൻസർ പറയാണ്ടിരുന്നത്, പിന്നെ പറയാന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. നമുക്ക് നോക്കാം. എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 4 ചീട്ട് എടുക്കണം. ആ 4 ചീട്ടിൽ ഒരെണ്ണം എന്തായിരിക്കണം? ഹെയർട്ടായിരിക്കണം. അപ്പൊ 13 ഹെയർട്ടിൽ നിന്ന് ഒരു ഹെയർട്ട് നമുക്ക് സെലക്ട് ചെയ്തേ പറ്റുള്ളൂ. 13 ഹെയർട്ടിൽ നിന്ന് ഒരു ഹെയർട്ട് വേണം. അതുപോലെ 13 ഡയമണ്ടിൽ നിന്ന് ഒരു ഡയമണ്ട് വേണം. 13 സ്പേഡിൽ നിന്ന് ഒരു സ്പേഡ് വേണം. 13 ക്ലബ്സിൽ നിന്ന് ഒരു ക്ലബ്സ് വേണം. 13C1 into 13C1 ഇത് 4 കൂടെ കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. ബൈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ബൈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഇത് 4 കൂടെ കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ആൻസർ. ഓക്കെ ആയിട്ടില്ല അല്ലെ? ഓക്കെ ആക്കാം കേട്ടോ. തൽക്കാലം ഒരു കാര്യം ചെയ്തേ, എഴുതിക്ക്, എന്നിട്ട് ഞാൻ പറയാം. എഴുതിക്ക്. Since 4 cards belongs to different suits, since 4 cards belongs to different suits, 4 cards belongs to different suits, 4 cards belongs to different suits. One card should be drawn from each suit. One card should be drawn from. One card should be drawn from each suit. One card should be drawn from each suit. One card should be drawn from each suit. One spade can be chosen in 13C1 ways. One spade can be chosen in 13C1 ways. One spade can be chosen in 13C1 ways. One club can be chosen in 13C1 ways. One spade can be chosen in 13C1 ways. One club can be chosen in 13C1 ways. One heart can be chosen in 13C1 ways. One diamond can be chosen in 13C1 ways. By fundamental principle of counting, required number of ways equal to
by fundamental principle of counting, the required number of ways equal to, by fundamental principle of counting, the required number of ways equal to 13C1 into 13C1 into 13C1 into 13C1. Board on the top. That is Sir, by the fundamental principle of counting. By the fundamental principle of counting, total number of ways. Ways equal to. Pinna board on the 13C1 raised to 4. എന്താണ് 13C1? ചെയ്യേണ്ട പറയാൻ പാടില്ലേ 13C1 എന്തായിരിക്കും 13 കേട്ടോ. NC1 എന്ന് പറഞ്ഞാൽ n ആണ്. NC1 n. 13C1 13 ആണ്. 20C1 20. 100C1 100. 13C1 13 ആണ്. 13 raised to 4 എന്താന്ന് കണ്ടുപിടിച്ച് പറഞ്ഞു നീ. 13 raised to 4 28,561. 28,561. 28,561. എന്താ അഷ്കറേ? നേരത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്ത് എന്തായിരുന്നു കുഴപ്പം? നേരത്തെ ഇതിപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അതെ. ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്ത് എന്തായിരുന്നു കുഴപ്പം? ഇങ്ങനെ ചെയ്താലാ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരുന്നു കുഴപ്പം? യെസ്, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ലടാ. മൾട്ടിപ്ലൈ ചെയ്താൽ തെറ്റാണ് ആൻസർ. അതല്ല നമ്പർ ഓഫ് ഡേയ്സ്. അതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടിരുന്നത്. ഇനി നിങ്ങൾ തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയാമോ ആദ്യത്തേതിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ല, ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഉത്തരം നമുക്ക് കിട്ടും. ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടേണ്ടതാണ്. ഒന്ന് നോക്കി എല്ലാവരും അതിന്റെ ആൻസർ പറയാമോ എന്ന് നോക്കി. എന്താ അതും ഈ രണ്ട് ക്വസ്റ്റ്യനുകൾ തമ്മിലുള്ള വ്യത്യാസം വന്നേക്കണത്? അവിടെ സെയിം സ്യൂട്ട് ഇവിടെ ഡിഫറൻസ് സ്യൂട്ടും അല്ലേ? അവിടെ സെയിം സ്യൂട്ടും ഇവിടെ ഡിഫറൻസ് സ്യൂട്ടും അല്ലേ? അല്ല അല്ല, 4 സെയിം സ്യൂട്ടിൽ നിന്ന് വേണമെന്ന് പറഞ്ഞേക്കണോ? ഇവിടെ 4 ഡിഫറെന്റ് സ്യൂട്ടിൽ നിന്ന് വേണമെന്ന് പറഞ്ഞേക്കണോ? 4 സ്യൂട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതല്ല വ്യത്യാസം. റോസ്മരിയ കൈവയ്ക്കായിരുന്നോ? റോസ്മരിയ ഇത് പറയാനായിരുന്നു സർ, സെയിം സ്യൂട്ടും ഡിഫറൻസ് സ്യൂട്ടും വന്നു. അല്ലല്ല അതല്ല 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 കേട്ടോ. അതല്ല അതല്ല നമ്മുടെ റീസൺ. എന്താ ഫാത്തിമ? സർ അവിടെ 13C4 അല്ലേ, ഇവിടെ 13C1. അപ്പൊ എല്ലാം കൂട്ടുമ്പോ 4 അങ്ങനെയാണോ രണ്ടാമത്തെ കേസില്? 13C4 13C1 ഒരു ഇതുണ്ട്. വ്യക്തമായി ഇത് പറയാമോ? ഇവിടെ 13C4 ആയതുകൊണ്ടാണ് കൂട്ടിയത്. ഇവിടെ 13C1 ആയതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അന്ന ഇല്ല. എന്നാ ശരി, ഇനി അതേ സമയം കളയണ്ട. പറഞ്ഞോ. നമ്മള് 13C4 എന്ന് പറയുമ്പോ ഒരു 13-ൽ നിന്ന് 4 പല രീതിക്ക് എടുക്കാവുന്ന രീതി അതിലാണല്ലോ. മറ്റേതില് 4 സ്യൂട്ടിൽ നിന്നും ഓരോന്ന് വെച്ചെടുക്കണം. അപ്പൊ 13C4 ഏതില് ചെയ്താലും ഉദ്ദേശം പറയാൻ പറ്റുമോ? ഒരു കൈയോടെ ഉണ്ട്. അതോടൊന്ന് വീടിന് ഉത്തരം എന്താ അഷ്കറെ പെട്ടെന്ന് പറഞ്ഞോ. ആദ്യത്തേല് ഒറ്റ ഇവന്റ് അല്ലേ ഉള്ളൂ, ഇത് 4 ഇവന്റ് ഇല്ലേ? ആദ്യത്തേല് ഒറ്റ ഇവിടെ 4. നീ ഉദ്ദേശിച്ച എന്താന്ന് എനിക്ക് കറക്റ്റ് ആയിരിക്കും. ആദ്യത്തേല് ഒരെണ്ണല്ലേ ഉള്ളൂ, ഒരു ഒറ്റ സെറ്റ് സെലക്ട് ചെയ്താൽ പോയി. ഇത് 4 സെലക്ട് ചെയ്യണ കാരണം അതിന്റെ ആൻസർ നീ ഉദ്ദേശിച്ചതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പറഞ്ഞതിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ വ്യത്യാസം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ പറയാം, നിങ്ങൾ കേട്ടിരിക്കുക. മറ്റു ഡൗട്ട് ചോദിച്ചത് നമ്മുടെ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ പരീക്ഷണം, നമുക്ക് 4 ചീട്ട് എടുത്താൽ മതി. 4 ചീട്ട് എടുക്കുക എന്നുള്ളതാണ് അല്ലെ? നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് 4 കാർഡ്സ് അല്ലെ? 4 കാർഡ് എടുക്കാനല്ലേ നമ്മളോട് പറഞ്ഞേക്കുന്നത്. ആ 4 കാർഡ് എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ഇവന്റ് കംപ്ലീറ്റ് ആവും. 4 കാർഡ് എടുക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം കംപ്ലീറ്റ് ആവും.
ഇപ്പൊ രണ്ടാമത് ചെയ്ത കേസിനകത്താണെങ്കിൽ ഈ രണ്ടാമത് ചെയ്ത കേസിനകത്ത് ആദ്യത്തെ 13 എണ്ണത്തിനകത്ത് 13 ഹെർട്ടിൽ നിന്ന് ഒരു ഹെർട്ട് എടുത്തു, 13 ക്ലബ്സിൽ നിന്ന് ഒരു ക്ലബ് എടുത്തു, 13 സ്പേഡിൽ നിന്ന് ഒരു സ്പേഡ് എടുത്തു, 13 ഡയമണ്ടിൽ നിന്ന് ഒരു ഡയമണ്ട് എടുത്തു. അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവിടെ 4 ചീട്ട് കിട്ടിയേക്കണത്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ അവിടെ ആ പ്രോസസ്സ് തീരുന്നത് 4 ചീട്ട് കിട്ടുക എന്ന് പറയുമ്പോഴാണ് നമ്മുടെ എക്സ്പെരിമെന്റ് തീരുന്നത്. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് 4 ചീട്ട് കിട്ടുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഇവന്റ്, ആ ഇവന്റിനകത്ത് 4 സബ് ഇവന്റ്സ് ഉണ്ട്. ആ 4 കാര്യങ്ങൾ കഴിയുമ്പോഴാണ് ആ ഇവന്റ് പൂർത്തിയാകുന്നത്. അതുകൊണ്ട് നമ്മൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ഇവന്റ് m ബേസില്, അടുത്ത ഇവന്റ് n ബേസില്, അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് വേസ് m × n എന്നാണ്. അതായത് നമ്മുടെ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം 4 ചീട്ട് കിട്ടിയാലാണ് അത് തീരുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? 4 കാർഡ് സെലക്ട് ചെയ്യണം. ഈ 4 കാർഡ് സെലക്ട് ചെയ്യുന്നത് ഈ രണ്ടാമത് ചെയ്തതിനകത്ത് 13C1 ഒരു കാർഡേ ആയുള്ളൂ, 13C1 2 കാർഡായി, അടുത്ത 13C1 3 കാർഡ്, അടുത്ത 13C1 4 കാർഡ്. ഇപ്പോഴാണ് 4 കാർഡുകളെയും കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം കൂടെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഉപയോഗിച്ചുകൊണ്ട്. മറ്റേതിനകത്ത് ഓരോ ഇവന്റും കംപ്ലീറ്റ് ആയിയാ പോകുന്നത്. സെലക്ഷൻ കംപ്ലീറ്റ് തൊട്ടുമ്പ് ചെയ്ത പ്രോബ്ലത്തെ 13C4 4 പ്രാവശ്യത്തിലായിരുന്നോ? 13 സ്പേഡിൽ നിന്ന് 4 സ്പേഡ് എടുത്തു കഴിഞ്ഞു, 13C4. അവിടെ ആ പ്രോസസ്സ് കഴിഞ്ഞു, ആ ഇവന്റ് കഴിഞ്ഞു. ഇനി അടുത്ത ഇവന്റ് ആണ് ഏത്? 13 ക്ലബ്സിൽ നിന്ന് 4 ക്ലബ് എടുക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത ഇവന്റ് ആണ്. 13 ഡയമണ്ടിൽ നിന്ന് 4 ഡയമണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത ഇവന്റാ. 13 സ്പേഡിൽ നിന്ന് 4 സ്പേഡ് അടുത്ത ഇവന്റാ. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോ. 4 ചീട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്. ആ ആദ്യത്തെ പ്രോബ്ലത്തിൽ ഓരോന്നിലും 4 എണ്ണം വീതം എടുത്തെടുത്താ പോണത്. അപ്പൊ എക്സ്പെരിമെന്റ് കൊണ്ടുപോകുക. പിന്നെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ഇല്ല. ആ ഓരോന്നിലും കിട്ടുന്നത് കൂട്ടുമ്പോൾ ടോട്ടൽ നമ്പർ ആകും. ഈ രണ്ടാമത്തേനകത്ത് 13 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം, അടുത്ത 13 നിന്ന് ഒരെണ്ണം, പിന്നത്തെ 13 നിന്ന് ഒരെണ്ണം, അവസാനത്തെ 13 നിന്ന് ഒരെണ്ണം, അങ്ങനെ 4 എണ്ണം അത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു ഇവന്റ് പൂർത്തിയാകുന്നത്. അവിടെയാണ് നമ്മൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്തുകൊണ്ട് ആഡ് ചെയ്യുന്നുള്ളതിന്റെ ഉത്തരം അതാണ്. 4 എണ്ണം എടുക്കാൻ പറഞ്ഞാൽ 4ഉം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൂട്ടില്ല. 4ഉം കിട്ടുന്ന പല കാര്യങ്ങളും വന്നാൽ അത് ആഡ് ചെയ്യുവാണ് ഇത്. പല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്, അതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് 4 എണ്ണം ആവണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം. പറഞ്ഞ മനസ്സിലായോ? പല സ്റ്റെപ്പിലൂടെയാണ് 4 എണ്ണം എത്തുന്നതെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഒറ്റ സ്റ്റെപ്പിലൂടെ 4 എണ്ണം വീതം എടുത്ത് പല കാര്യങ്ങളാണെങ്കിൽ ആഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം ഇനിയുള്ള ക്വസ്റ്റ്യൻസിനകത്ത് എങ്ങനെയാ തന്നെ നോക്കാം. അടുത്ത നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 3. അതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ആർ ഫേസ് കാർഡ്സ്. ഫേസ് കാർഡ് ആയിരിക്കണം, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ആർ ഫേസ് കാർഡ്. 4 കാർഡ് കിട്ടുന്നത് ഫേസ് കാർഡ് ആയിരിക്കണം. ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞു. 4 കാർഡാണ് നമ്മൾ എടുക്കണം. എല്ലാത്തിലും 4 കാർഡ് എടുക്കണം. 4 കാർഡും ഫേസ് കാർഡ് ആയിരിക്കണം. 4 കാർഡും ഫേസ് കാർഡ് ആയിരിക്കണം. വേറെ യാതൊരു കണ്ടീഷനും ഇല്ല. ഹാർട്ട് ആവണമെന്നില്ല, ഡയമണ്ട് ആവണമെന്നില്ല, സ്പേഡ് ആവണമെന്നില്ല, ഒന്നും അങ്ങനത്തെ കണ്ടീഷനൊന്നുമില്ല. 4 ചീട്ട് എടുക്കുന്നത് 4ഉം ഫേസ് കാർഡ് ആയിരിക്കണം. എന്തായിരിക്കും ആമിന? എങ്ങനെ കിട്ടും? എത്ര ചീട്ടുണ്ട്, എത്ര എണ്ണം കിട്ടണം? 13C4 ആണ്. ആ 13 എവിടെ നിന്നാ കിട്ടിയതാ? അല്ല 13 ഇവിടെ അല്ല, 13 എണ്ണത്തിൽ നിന്നാണല്ലോ എടുക്കണ്ടേ. അല്ല, 13 എണ്ണത്തിൽ നിന്ന് എടുക്കണ്ടെന്ന് ഇവിടെ എവിടെ പറഞ്ഞേക്കണേ? അല്ല സാർ, കഴിഞ്ഞ 2 പ്രോബ്ലത്തിലും സ്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് 13 വന്നത്. ഒരു സ്യൂട്ടാണ് 13 എണ്ണം കേട്ടോ. കഴിഞ്ഞ 2 പ്രോബ്ലത്തിലും സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്യൂട്ടും ഒന്നുമില്ല. 4 എണ്ണം ഫേസ് കാർഡ് ആയിരിക്കണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ 4C1 വരും.
4C1 വരൂ. അതെങ്ങനെ കിട്ടിയേ? 4 എവിടെ നിന്ന് കിട്ടിയേ? നമ്മൾ എപ്പോഴും നോക്കണ എന്താ, എത്ര എണ്ണം ഉണ്ട്, എത്ര എണ്ണത്തിൽ നിന്ന് എത്ര എണ്ണം എടുക്കണം. ആ മാക്സിമം ഉള്ള നമ്പറാണ് മുകളിൽ വന്നത്, എടുക്കണതാണ് താഴെ വന്നത്. അങ്ങനെയല്ലേ നമ്മൾ സെലക്ട് ചെയ്യണേ. എത്ര എണ്ണം ഉണ്ട്? നാലെണ്ണത്തിൽ നിന്ന് എടുക്കുമ്പോ അത് 4 എണ്ണം അറിയില്ല സാർ. അറിയില്ല സർ, ആ ശരിയാണെന്ന് അറിഞ്ഞൂടാ. ആരാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുന്ന? ആരാണത്? സെൻസാ? പറഞ്ഞോ. ഉത്തരം കേട്ടിട്ട് പിന്നെ ചിരിക്കാൻ ചെയ്തോ. ഉത്തരം കേട്ടിട്ട് ചിരിക്കത്. ഉത്തരം പറഞ്ഞതിനും ചിരിപ്പിക്കേണ്ടിരുന്ന ആദ്യം. പറഞ്ഞോ. 52C4 52C4 ആ? പറ്റില്ല. ഈ 52 എവിടെ നിന്ന് കിട്ടിയേ? 52 എവിടെ നിന്ന് കിട്ടി? ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് 52. അപ്പൊ ഈ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സിൽ നിന്ന് ഞാനൊരു ചീട്ട് എടുത്തപ്പോ അത് 10 ആവാൻ പാടില്ലേ? ഒരു 2 ആവാൻ പാടില്ലേ? 3 ആവാൻ പാടില്ലേ? മനസ്സിലായി. അങ്ങനെ പലതും വരാലോ. ഫേസ് കാർഡ് തന്നെ ആവൂലല്ലോ. നമുക്ക് ഫേസ് കാർഡേ കിട്ടാൻ പോളൂ. സാർ 52C4 into 3C1. മതി. ഇല്ലടാ, അങ്ങോട്ടൊന്നും പോണ്ട. അതൊന്നുമല്ല ആൻസർ. അതൊന്നുമല്ല. എടാ, ഈ 52 നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടണേ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സ്യൂട്ട് എന്ന് പറഞ്ഞപ്പോ 13 എണ്ണത്തിൽ നിന്നല്ലേ എടുത്തത്? സ്യൂട്ട് എന്ന് പറഞ്ഞപ്പോ 13 എണ്ണം എടുത്തു അല്ലേ? ഇവിടെ ഫേസ് കാർഡിനെ പറ്റിയാണ് പറഞ്ഞത്. ആകെ എത്ര ഫേസ് കാർഡ് ഉണ്ട്? 12C4 ആണോ സർ? 12C4 ആണ്. ആകെ 12 ഫേസ് കാർഡല്ലേ ഉള്ളൂ. അതായത് കിങ്ങും ക്യൂനും ജാക്കും, ഇത് 3 പേരല്ലേ ഫേസ് കാർഡ് ഉള്ളൂ. 4 സ്യൂട്ടിലും ഓരോ ജാക്ക് ഉണ്ട്, അപ്പൊ 4 ജാക്കായി. 4 സ്യൂട്ടിലും ഓരോ കിങ് ഉണ്ട്, 4 കിങ് ആയി. 4 സ്യൂട്ടിലും ഓരോ ക്യൂനുണ്ട്, 4 ക്യൂനായി. മൊത്തം എത്ര ഉണ്ട്? 12 ഫേസ് കാർഡേ ഉള്ളൂ. ആകെ ഉള്ളതിൽ നിന്നല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ 52 നിന്ന് എടുക്കാന്ന് പറഞ്ഞാൽ 52 ഫേസ് കാർഡ് ഇല്ലല്ലോ. 52 കാർഡിൽ നിന്നാണ് ചോദിക്കണമെങ്കിൽ ഓക്കെ. നമുക്ക് 4 ഫേസ് കാർഡ് കിട്ടണമെന്നാ പറഞ്ഞേക്കണേ. 4 ഫേസ് കാർഡ് ആവണമെങ്കിൽ ഫേസ് കാർഡിൽ നിന്ന് കാർഡ് എടുത്താലല്ലേ ഫേസ് കാർഡ് കിട്ടുള്ളൂ. പറഞ്ഞ് മനസ്സിലാവണ്ടോക്കളെ. നമ്മൾ എടുക്കുന്ന 4 കാർഡുകളും ഫേസ് കാർഡിൽ നിന്നാണെങ്കിൽ എടുത്തിട്ട് നോക്കുമ്പോൾ അത് ഫേസ് കാർഡ് ആവുള്ളൂ. ചുമ്മാ വേറെയുള്ള കാർഡുകളിൽ നിന്ന് എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഫേസ് കാർഡ് ആവണം നിർബന്ധമില്ലല്ലോ. അപ്പൊ ആകെ 12 ഫേസ് കാർഡേ ഉള്ളൂ. 12ൽ നിന്ന് 4 എണ്ണം കിട്ടണം. 12C4 ആണ് അതിന്റെ ആൻസർ. ക്ലിയർ ആണോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആകെ 12 ഫേസ് കാർഡേ ഉള്ളൂ. 4 കിങ്, 4 ക്യൂന്, 4 ജാക്ക്, ആകെ 12 ഫേസ് കാർഡ്. അതിനകത്തുനിന്ന് നമുക്ക് എന്തെണ്ണം എടുക്കണം? 4 എണ്ണം കിട്ടണം. 12C4 ആണ് ആൻസർ കേട്ടോ. 12C4 ആൻസർ എഴുതിക്കോ. There are 12 face cards in one deck of cards. There are 12 face cards. അത്ര മതി. There are 12 face cards. 4 cards are drawn in 12C4 ways. ഇനി 2 തെറ്റിക്കാണ്ട് ഓർമ്മ കേട്ടോ. അടുത്ത 2 ക്വസ്റ്റ്യൻ തെറ്റിക്കാണ്ട് കറക്റ്റ് ആൻസർ ഓർമ്മ. There are 12 face cards. 4 cards can be drawn from 12 face cards in 12C4 ways. In 12C4 ways. നിങ്ങൾ ആ ചോദിക്കണ സംഭവത്തിൽ നിന്ന് വേണം എടുക്കണം കേട്ടോ. നിങ്ങൾ അങ്ങനെയല്ലേ ആകെ എല്ലാവരും 52 കാർഡുകളുണ്ട്, എല്ലാത്തിലും 52 എന്ന് പറയുക. അങ്ങനെ പറയരുത്. ഒരു സ്യൂട്ട് എന്ന് ചോദിച്ചപ്പോൾ 13 എണ്ണത്തിൽ നിന്ന് എടുക്കണം. ഹാർട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഹെഡ്സ് സീറ്റ് കേട്ടോ. ഹെഡ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 13 ഹെഡ്സിൽ നിന്ന് വേണം എടുക്കാനായിട്ട്. ക്ലബ്സ് 13 ഹെഡ്സ് ക്ലബ്സിൽ നിന്ന് വേണം എടുക്കാനായിട്ട്. അല്ലാണ്ട് എല്ലാത്തിനും 52ൽ നിന്ന് പറയരുത് കേട്ടോ. അത് ടോട്ടലായിട്ട് മൊത്തം ചീട്ടുകളിൽ നിന്ന് ചോദിച്ചാലേ 52ൽ നിന്ന് ഉത്തരം പറയാമുള്ളൂ. 12C4 കണ്ടുപിടിച്ചേ. 12C4 by 1 into 2 into 3 into 4. 3 into 4, 12. 55 into 9. 495. 495. Okay. 495.
അടുത്തത് നിങ്ങൾ ചെയ്തോളൂ. 2 are red cards, 2 are black cards. എന്റെ ഉത്തരം എഴുതി കഴിഞ്ഞാൽ പഠിച്ചു. എല്ലാവരും തന്നെ ചെയ്തോ. ഞാൻ ഇപ്പൊ ഒന്നും ചോദിക്കണില്ല, തന്നെ ചെയ്തോ. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. 2 are red cards. രണ്ടെണ്ണം റെഡ് കാർഡ് ആയിരിക്കണം, രണ്ടെണ്ണം ബ്ലാക്ക് കാർഡ് ആയിരിക്കണം. 2 are red cards, 2 are black cards. Two are red cards, 2 are black cards. എങ്ങനെ കിട്ടും അൻസാഫെ? 2 റെഡ് കാർഡ് എങ്ങനെ കിട്ടും? 26C2. ഓക്കെ, 2 റെഡ് കാർഡ് 26C2. We can select 2 red cards in 26C2 ways. എഴുതി വെച്ചോളൂ കേട്ടോ. We can select 2 red cards in 26C2 ways. ഇനി 2 കാർഡോ അൻസാഫെ? Into 26. രണ്ട് ബ്ലാക്ക് കാർഡും 26C2 തന്നെ. അപ്പൊ 2 റെഡ് കാർഡ് 26C2 വേസിൽ കിട്ടും, 2 ബ്ലാക്ക് കാർഡും 26C2 കിട്ടും. ഇനി എന്റെ ക്വസ്റ്റ്യൻ, ഇത് കൂട്ടണോ ഗുണിക്കണോ? കൂട്ടണോ ഗുണിക്കണോ? എന്ത് ചെയ്യണം ആതിര? എന്ത് ചെയ്യണോ? ആണോ അംജിത്ത്? എന്ത് ചെയ്യണോ ആഡ് ചെയ്യണോ? ഞാൻ ഇൻഡ് ചെയ്തേ. നീ എന്തുകൊണ്ടാ എൻഡ് ചെയ്തേ? നീ ചെയ്ത് എൻഡ് ചെയ്യണമെന്നില്ലല്ലോ. എന്തുകൊണ്ടാ എൻഡ് ചെയ്തേ? FPC. ഓ, അതെന്താ ഉപയോഗിക്കാൻ കാരണം എന്തുകൊണ്ടാ? മൊത്തത്തിൽ നിന്നും വേണ്ട, അല്ല രണ്ടെണ്ണത്തിൽ നിന്നല്ല എടുക്കാൻ പറഞ്ഞാണ്. ഈ രണ്ടും കൂടെയും കൂട്ടുമ്പോഴാണ് 4 കാർഡ് ആവണത്. 4 കാർഡ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവന്റ്. ഈ രണ്ടും കൂടെ, ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, മൊത്തം 2 കൂടെയും കൂടുമ്പോഴാണ് 4 എണ്ണം ആവണം കേട്ടോ. അതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണത്. 26C2 into 26C2 ആണ് കേട്ടോ. 26C2 into 26C2. എത്രയാ അതിന്റെ ആൻസർ തന്നെ? നമ്പർ എത്ര വരും? 325 into 325. അത് എത്ര വരും? 1,05,600. 1,05,625. 605,625. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എല്ലാവർക്കും ഉത്തരം കിട്ടിയായിരുന്നോ? അതെ, ഇപ്പഴേ കിട്ടിയോളൂ. എനിക്ക് വിഷമയിലൂടാ. അടുത്തത് 4 red cards. Cards are of same color. Cards are of same color കേട്ടോ. 4 കാർഡും സെയിം കളർ ആയിരിക്കണം. തൊട്ടുമുമ്പ് ചെയ്തത് 2 എണ്ണം ബ്ലാക്ക് ആയിരിക്കണം, 2 എണ്ണം റെഡ് ആയിരിക്കണം. ഇവിടെ 4 കാർഡും സെയിം കളർ ആയിരിക്കണം. 4 കാർഡും സെയിം കളർ ആയിരിക്കണം. അപ്പോൾ 4 കാർഡ് റെഡ് ആകാം, 4 കാർഡും ബ്ലാക്കും ആകാം. 4 cards are of same color. Four cards are of same color. 4 കാർഡും റെഡ് ആകാം, 4 കാർഡും ബ്ലാക്ക് ആകാം. എന്തായിരിക്കാം അതിന്റെ ആൻസർ ജമീലത്തെ? 26C4. 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 26C4 plus 26C4 കേട്ടോ. ശരിയല്ലേ? അതാണ് കിട്ടിയത് നിങ്ങൾക്ക്. അത് കിട്ടിയവരുന്ന കൈവയ്ക്ക്. അങ്ങനെ കിട്ടിയവരെ 26C4 plus 26C4 എന്ന് കിട്ടിയവരുന്ന കൈവയ്ക്ക്. ശരി, ഓക്കെ, ഗുഡ്. 26C4 plus 26C4 ആണ് കേട്ടോ. ഓക്കെ, കൈതാത്തിട്ടോ, എഴുതിക്കോ. 26C4 plus 26C4 അത് എത്ര വരും? എത്രതിന്റെ ആൻസർ? എത്ര പിള്ളേരെ പറഞ്ഞേ? എത്രയും പറഞ്ഞേ?
സർ മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ എത്ര വരും? സർ ഒരു മിനിറ്റ്. 14950 ആണോ? 14950 അതല്ല ഇതിനകത്ത് കിടക്കണേ. നിങ്ങൾ കാൽക്കുലേറ്ററിലേ അത് ഇവിടെ കിടക്കുന്ന ആൻസർ 29900 ആണ്. 29900 കിട്ടിയോ? ഓക്കെ. ഓക്കെ, അഞ്ചാമത്തെ ആൻസർ 29900 എന്നാണ് കിടക്കണം കേട്ടോ. ഓക്കെ, അടുത്ത പേജിൽ എഴുതിക്കോളൂ കേട്ടോ. ചാപ്റ്റർ 8 ബൈനോമിയൽ തിയറം. Chapter 8 binomial theorem. Chapter 8 binomial theorem. പുസ്തകം എടുത്ത് വെച്ചാൽ ഒന്നും എഴുതണ്ട കേട്ടോ, ഒന്നും എഴുതണ്ട. ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. എനിക്ക് ആൻസർ പറഞ്ഞു തന്നെ കേട്ടോ, നിങ്ങൾക്കറിയാവുന്ന ആൻസറുകളാണ്, ക്വസ്റ്റ്യൻസ് ആണ്. a plus b the whole square. എന്താ അസ്ലമേ a plus b the whole square? a square minus 2ab. a square minus a square minus a square minus 2ab b square plus b square plus b square. ശരിയാണോ? a square minus 2ab plus b square minus b square അല്ലേ? മൈനസ് ബി സ്ക്വയർ ആക്കണം തോന്നുന്നു. എന്താണ് ഇത്? a plus b the whole square equal to എന്താ ഹാഷിമേ? a plus b the whole square a square plus 2ab into b square. a square plus 2ab into b square. എന്താ ആസിമേ നിന്റെ ആൻസർ നോക്കട്ടെ. a square plus 2ab plus b square. a square plus 2ab plus b square ആണ് കേട്ടോ. a plus b the whole square a square plus 2ab plus b square ആണ്. a plus b the whole cube a plus b the whole cube ഇതിനിപ്പോ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാ. കോംപ്ലക്സ് നമ്പറിനകത്ത് കൂടി z1 plus z2 whole cube എന്ന് എഴുതിയേക്കണതാണ് കേട്ടോ. കോംപ്ലക്സ് നമ്പറിനകത്ത് എഴുതിയതാണ്. ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ട്, കോംപ്ലക്സ് നമ്പർ എഴുതിയിട്ടുണ്ട്. എന്തുവരും അതിന്റെ ആൻസർ? അമ്മനെ അമ്മൻ a cube plus 3 a square b plus 3ab square plus b cube. 3ab square plus b cube. ശരി. a plus b the whole raised to 4.
A plus b the whole raised to 4. A plus b the whole raised to 4. എന്തായിരിക്കും ആൽഫിയ വേറെ? എനിക്കറിയില്ല. ആൽഫിയ എന്നവളെ സൗണ്ട് ക്ലിയർ അല്ലല്ലോ ആൽഫിയ. അറിയില്ല എന്നാണോ പറയണത്? എന്തോട്ടെ, എനിക്ക് സൗണ്ട് എന്താണെങ്കിലും ക്ലിയർ അല്ല. ആർക്ക് പറയാം? ആര് പറയും? ആരുല്ലേ? പറഞ്ഞു നോക്കിയേ. എ പ്ലസ് ബി സ്ക്വയർ ഓൾ സ്ക്വയർ എന്നാ. എ പ്ലസ് ബി സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് എഴുതാം. അതിന്റെ ആൻസർ എങ്ങനെ? അല്ല ഇതെന്താ, ഞാൻ എനിക്ക് എക്സ്പാൻഡ് ചെയ്ത് ആൻസർ എന്ന് പറഞ്ഞുതരാമോ? മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ലാത്തോണ്ടാ. മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ലാത്തോണ്ട് ഇപ്പൊ പറഞ്ഞു. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞുതരാമെങ്കിൽ എളുപ്പമുണ്ടായിരുന്നേ. അറിയില്ല കേട്ടോ, കറക്റ്റ് ആണെന്നറിയില്ല. A raised to 4 plus 4a cube b 4a cube b plus 4ab ab square അല്ലെ a square b b 4a square b. അതെങ്ങനെയാണ് വന്നേ? 4a square b അല്ല. ആയിട്ടുണ്ടും കറക്റ്റ് ആണ്. രക്ഷയില്ല. ശരി, രക്ഷയില്ലെങ്കിൽ നമുക്ക് നോക്കാം, വേറെ എന്തെങ്കിലും മാർഗം കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കാം നമുക്ക്. ശരി, നമുക്ക് ആ ആദ്യത്തെ ഫോർമുലയായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യത്തെ ഫോർമുലയിലേക്ക് വരുമ്പോൾ ഇവിടെ ആദ്യത്തെ ഫോർമുലയ്ക്കകത്ത് 3 ടേമാ വന്നേക്കണം കേട്ടോ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്ക് കമ്പയർ ചെയ്ത് എഴുതാം. ഓക്കെ, എങ്ങനെയാ വന്നേക്കണേ? എയുടെ സ്ക്വയർ ശരിയല്ലോ, ആദ്യത്തെ ടേമിന്റെ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അതായത് അവിടെ 3 ടേം ഉണ്ട്. ആദ്യത്തെ ടേമിനകത്ത് എസ് സ്ക്വയർ അല്ലെ, ശ്രദ്ധിച്ച് കേട്ടുള്ളൂ കേട്ടോ, ഒന്നും എഴുതണ്ട, കേട്ടിരുന്നാൽ മാത്രം മതി. എസ് സ്ക്വയർ ഉണ്ട്, പവർ 2 ആണ്. രണ്ടാമത്തെ ടേമിനകത്ത് എയും ഉണ്ട് ബിയും ഉണ്ട്. രണ്ടിന്റെയും പവർ കൂട്ടിക്കഴിഞ്ഞാൽ 2 വരും. ശരിയല്ലേ? എ റേസ്റ്റ് 1 ഉണ്ട്, ബി റേസ്റ്റ് 1 ഇല്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടോ? ഇവിടെ ഒന്നുകൂടി എഴുതാം. എ സ്ക്വയർ പവർ 2 ആണ്. അടുത്ത ടേം എ ബി എന്നല്ലേ, ഈ എയുടെ പവർ 1 ആണ്, ബിയുടെ പവർ 1 ആണ്. രണ്ടിന്റെയും പവർ കൂട്ടിക്കഴിഞ്ഞാൽ 2 വരും. അടുത്തതിനകത്ത് ബി സ്ക്വയർ പവർ 2 ആണ്. എല്ലാ ടേമിന്റെയും പവർ 2 ആ. എല്ലാ ടേമിന്റെയും പവർ 2 ആയിട്ട് വരും. അടുത്തതിനകത്ത് നോക്കി, എ പ്ലസ് ബി ഹോൾ ക്യൂബിനകത്ത് എല്ലാത്തിന്റെയും പവർ 3 ഇല്ലേ നോക്കിയേ. ആദ്യത്തേനകത്ത് 3 എ ക്യൂബ് 3 ആണ്. അടുത്തത് എ സ്ക്വയർ ബി അല്ലേ, എ സ്ക്വയറും ഈ ബിയുടെ ഒരു പവർ 1 കൊടുക്കുമ്പോൾ 3 ആവും. അടുത്തതിനകത്ത് എ ബി സ്ക്വയർ, എക്ക് 1 ആണ്, ബിക്ക് 2 ഉണ്ട്, 3 ആവും. ബി ക്യൂബ് 3 ആവും. എല്ലാത്തിന്റെയും പവർ കേട്ടോ. ഒന്നിലധികം ടേം ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ എല്ലാത്തിന്റെയും പവർ അവിടെ 3 ആണ്. സ്ക്വയർ ആയപ്പോൾ 2 ആണ്, 3 ആയപ്പോൾ 3 ആണ്. അപ്പോൾ ഇവിടെ 4 ആക്കുമ്പോൾ എന്ത് വരണം? സ്വാഭാവികമായിട്ട് എല്ലാത്തിന്റെയും പവർ എന്ത് വരണം? 4 വരണം. എല്ലാത്തിന്റെയും പവർ 4 വരണം കേട്ടോ. അപ്പോൾ ഏത് വരും അടുത്ത ടൈം? കോഎഫിഷ്യന്റ് അവിടെ നിൽക്കട്ടെ, പ്ലസ് കോഎഫിഷ്യന്റ് അവിടെ നിൽക്കട്ടെ. അടുത്ത് എന്തായിരിക്കും? അല്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. അടുത്തത് ഒറ്റ സെക്കൻഡ്, ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ആദ്യത്തിനകത്തെ എയുടെ മാക്സിമം പവറിൽ നിന്നാണ് തുടങ്ങിയേക്കണത്. എ സ്ക്വയർ, ഇവിടെ ബി ഇല്ല കേട്ടോ.
അടുത്തതായപ്പോൾ ഈ എയുടെ പവർ 1 കുറഞ്ഞു. എ സ്ക്വയറിൽ നിന്ന് 1 കുറഞ്ഞ് എ ആയി. ബി അവിടെ കയറി വന്നു, എ ബി. പിന്നത്തിലായപ്പോ എ വീണ്ടും പോയി, വീണ്ടും കുറഞ്ഞു, അപ്പൊ ഇല്ലാണ്ടായി. ബിയുടെ പവർ ഒന്നോടെയും കൂടി ബി സ്ക്വയർ ആയി. ശരി നോക്കിയേ, അതായത് എയുടെ മാക്സിമം പവറിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയേക്കുന്നത്. എയുടെ പവർ ആദ്യത്തിനകത്ത് എ സ്ക്വയർ ആണ്, രണ്ടാമത്തിനകത്ത് 1 കുറഞ്ഞ് എ ആയി. അടുത്ത ടൈം വന്നപ്പോൾ ഒന്നോടെയും കുറഞ്ഞ് എ റേസ് ടു 0 ആയി. എ റേസ് ടു 0 1 ആണ്. അതുപോലെ ബിയുടെ പവർ മിനിമത്തിൽ നിന്ന് ആദ്യത്തിനകത്ത് ബി ഇല്ല, രണ്ടാമത്തിൽ ബി റേസ് ടു 1 ആയി, മൂന്നാമത്തിലായപ്പോൾ ബി സ്ക്വയറും ആയി. ഇനി അടുത്ത് നോക്കി, ക്യൂബിനകത്ത് ആദ്യത്തിൽ എ ക്യൂബ് ഉണ്ട്, അടുത്തിൽ 1 കുറഞ്ഞ് എ സ്ക്വയർ ആയി, പിന്നത്തിൽ ഒന്നോടെയും കുറഞ്ഞ് എ ആയി, പിന്നത്തിൽ ഒന്നോടെയും കുറഞ്ഞ് ഇല്ലാതെയായി. ബി അതുപോലെ ന്യായത്തിൽ ബി ഇല്ല, പിന്നത്തിൽ 1 ബി വന്നു, പിന്നത്തിൽ 2 ബി ആയി, പിന്നത്തിൽ 3 ബി ആയി. അപ്പോൾ എയുടെ പവർ മാക്സിമത്തിൽ നിന്ന് കുറഞ്ഞു പോന്നുകൊണ്ടിരിക്കും. ഓരോന്ന് ഇതേ കുറയുള്ളൂ കേട്ടോ. ബിയുടെ പവർ മിനിമത്തിൽ നിന്ന് കൂടിക്കൊണ്ടേയിരിക്കും, ഓരോന്ന് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ തന്നെ, പാറ്റേൺ. അങ്ങനെയെങ്കിൽ ഏതായിരിക്കും അടുത്തത്? 4a square b square. 4 വിട്ടാരെ, 4നെ പിന്നെ നമുക്ക് ശരിയാക്കാം, പിന്നെ പരിഗണിക്കാം. എ സ്ക്വയർ ബി സ്ക്വയർ ശരിയാണ് കേട്ടോ. രണ്ടും കൂട്ടുമ്പോൾ 4 വരണം. എ സ്ക്വയർ ബി സ്ക്വയർ വരും, എ സ്ക്വയർ ബി സ്ക്വയർ. അടുത്ത ടൈമോ 4a b ക്യൂബ്. എ ബി ക്യൂബ്. എ ബി ക്യൂബ്. 4ന് ഞാൻ വിട്ടു തൽക്കാലം, നമുക്ക് പിന്നെ പരിഗണിക്കാം. എ ബി ക്യൂബ്. അടുത്ത ടൈമോ b raised to 4. ബി റേസ് ടു 4. ബി റേസ് ടു 4 കേട്ടോ. ആ ടേംസ് ശരിയായി, ആ ടേംസ് ശരി. അങ്ങനെയാണെങ്കിൽ ഓരോരോ എഴുതാം നമുക്ക്. എ പ്ലസ് ബി റേസ് ടു 5. ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞു തന്നെ കേട്ടോ. എ പ്ലസ് ബി റേസ് ടു 5. കോഎഫിഷ്യന്റ് പോട്ടെ, കോഎഫിഷ്യന്റ് പിന്നെ നോക്കാം. എ പ്ലസ് ബി റേസ് ടു 5ന്റെ ടേംസ് എന്തൊക്കെയും വരും? ായിരിക്കും അസ്ലമേ? a raised to 5 എ റേസ് ടു 5. അടുത്തത് plus a raised to 4 b. എ റേസ് ടു 4 ബി. അടുത്തത് a cube b square. എ ക്യൂബ് ബി സ്ക്വയർ. അടുത്തത് a square b cube. എ സ്ക്വയർ ബി ക്യൂബ്. ഓക്കെ. അടുത്തത് a b raised to 4. ഓക്കെ. അടുത്തത് b raised to 5. ബി റേസ് ടു 5. ബി റേസ് ടു കൂടി വന്നുകൊണ്ടിരിക്കും കേട്ടോ. ആയത്തിനകത്ത് എത്ര ടൈം ഉണ്ടെന്ന് നോക്കി. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിനകത്ത് എത്ര ടൈം ഉണ്ട്? എത്ര ടൈം ഉണ്ട് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിനകത്ത്? എത്ര ടൈം ഉണ്ട് അവിടെ? ആദിൽ ജമാലെ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അതിനകത്ത് എത്ര ടൈം ഉണ്ടെന്ന് റൈറ്റ് സൈഡില്? 3. ക്യൂബ് എടുത്തപ്പോ എത്ര ടൈമായി? 4. then raised to 4 എടുത്തപ്പോഴോ? 5. 5 എടുത്തപ്പോഴോ? 6. അല്ലെ? ഓരോ ടൈം കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ ടൈം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ആ കോഎഫിഷ്യന്റ് എങ്ങനെയാ വന്നത് നിങ്ങളുടെ കിട്ടിയാ പോരെ? കോഎഫിഷ്യന്റ് എഴുതിയത് എങ്ങനെയാണെന്ന് കിട്ടിയാൽ മതി കേട്ടോ. കോഎഫിഷ്യന്റ് എഴുതിയത് എങ്ങനെയാണെന്ന് ഒന്ന് പറയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ 1 2 3 സോറി 1 2 1 ആണ് ആയത്തില്. 1 2 1. അടുത്തതില് 1 3 3 1. ആ പാറ്റേൺ അനുസരിച്ചല്ല കേട്ടോ. നിങ്ങളിപ്പോ ആ പാറ്റേൺ അതുപോലെയല്ല പോട്ടെ കേട്ടോ. അതുപോലെ പറയാൻ നിങ്ങൾ അടുത്ത് ശരിയാക്കൂല. അതായത് ആയത്തിന്റെ കേസാണ് ഞാൻ ചോദിക്കുന്ന ഉത്തരം പറഞ്ഞു. 2C0 എത്രയാ? 2C0 എത്ര ഒരു ആദ്യ? 2C0 1. 2C1 2C1 പറഞ്ഞോ ആദ്യം. 2. 2C2
ആദ്യ 2C2 1 by 1 into 2. ഉം 2 into 1 by 1 into 2. അത് എത്രയത്? 2 by അല്ല 1 വരില്ലേ? 1 2C2 1 ആണേ. 2C2 1. ഇങ്ങനെയാട്ടോ മക്കളെ കോഎഫിഷ്യന്റ് വന്നേക്കണത് ആയത്തേനകത്ത്. 2C0 1 കിടക്കണം. 2C1 2. 2C2 1. 2C2 അങ്ങനെയാണ് കോഎഫിഷ്യന്റ് വന്നേക്കണത്. 2C0 2C1 2C2. അടുത്തതിനകത്ത് ഞാൻ കാണിച്ചു തരാം. അടുത്തതിനകത്ത് ശ്രദ്ധിച്ചിരുന്നുള്ളത് A+B ഹോൾ ക്യൂബ്. A+B ഹോൾ ക്യൂബ് എഴുതാനായിട്ട് മുകളിൽ 3 അല്ലേ? അപ്പൊ നമുക്ക് വേണ്ട ആൾക്കാർ ഇവരൊക്കെയാണ്. 3C0 വേണം, 3C1 വേണം, 3C2 വേണം, 3C3 വേണം. 3C3 വരെ ഉള്ളൂല്ലോ. 3 നിന്ന് 4 കൊടുക്കാൻ പറ്റില്ല കേട്ടോ. 3C4 എന്ന് എഴുതരുത്. അങ്ങനെ ഒരു സാധനം ഇല്ല കേട്ടോ. മാക്സിമം ഉള്ളതാണ് മുകളിൽ കൊടുക്കുന്നത്. മുകളിൽ കിടക്കുന്നത് മാക്സിമം ഉള്ളത്. അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ് താഴെക്കുള്ളത്. അപ്പൊ 3 നിന്ന് 3 വരെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 3 നിന്ന് 4 എന്നുള്ള കേസ് ഇല്ല. 3C0 ഇവിടെ പവർ 3 ആയതുകൊണ്ട് 3C0 3C1 3C2 3C3 ഒന്ന് പറഞ്ഞു തന്നെ എനിക്ക് ഇതൊക്കെ എത്രയാണ്? 3C0 എനിത്തിങ് C0 എന്തായിരിക്കും അറിയാമോ? എനിത്തിങ് C0 ഈക്വൽ ടു 1 ആയിരിക്കും കേട്ടോ. എനിത്തിങ് C0 ഈക്വൽ ടു 1. 0 വന്നിട്ടുണ്ടെങ്കിൽ 1 ആണ് അതിന്റെ ആൻസർ. 3C0 1 ആണ്. 3C1 എന്താ മിർസ? 3C1 3 തന്നെയായിരിക്കും. 3C1 3 തന്നെയാണ്. 3C2 ചെയ്യാണ്ട് കണ്ടുപിടിക്കാലോ. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. 3C1 3C2 3C1 ഒന്നല്ലേ ഇവിടെ അറിയാം. രണ്ടും ഒന്നും കൂട്ടുമ്പോ 3 കിട്ടൂലേ? 3C1 3C2 സെയിം ആണ്. രണ്ടും ഒന്നും കൂട്ടുമ്പോ 3 കിട്ടും. 3 വരും. 3C3 1. 3C3 1 ആണ്. NC0 1 ആയിരിക്കും. NCN എന്തായിരിക്കും? 1 ആയിരിക്കും. N ഒബ്ജക്റ്റിൽ നിന്ന് 0 ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നത്. എപ്പോൾ 0 ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താലും അതിന്റെ ആൻസർ 1 ആണ്. N ഒബ്ജക്റ്റ് എടുത്താലും അതിന്റെ ആൻസർ എന്താണ്? 1 തന്നെയാണ് കേട്ടോ. 1 തന്നെയാണ്. അതെ, ഇങ്ങനെയാട്ടോ കോഎഫിഷ്യന്റ് അതെ. 3C0 3C1 3C2 3C3. ഇനി നമ്മൾ എവിടെ എഴുതേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ എയുടെ പവറിൽ നിന്ന് തുടങ്ങും. എയുടെ മാക്സിമം A³ കണ്ടിരുന്നാൽ മതി കേട്ടോ. A³ അടുത്തതായപ്പോൾ എയുടെ പവർ 1 കുറഞ്ഞു, B 1 കൂടി, പ്ലസ് അടുത്തതായപ്പോൾ എയുടെ പവർ 1 കുറഞ്ഞു, ബിയുടെ പവർ 1 കൂടി, പ്ലസ് അടുത്തായപ്പോൾ എയുടെ പവർ 1 കുറഞ്ഞു 0 ആയി, ബിയുടെ പവർ 1 കൂടി B³ ആയി. അപ്പോൾ 1A³ പ്ലസ് 3A²B പ്ലസ് 3AB² പ്ലസ് 1B³ അതായത് B³. ഇതാണ് A+B ഹോൾ ക്യൂബ്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അടുത്തതിനകത്ത് കോഎഫിഷ്യന്റ് ഏതൊക്കെയായിരിക്കും? A+B ഹോൾ റേസ് ടു 4 ചോദിച്ചാൽ A+B ഹോൾ റേസ് ടു 4 നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ് കേട്ടോ? A+B ഹോൾ റേസ് ടു 4 പറഞ്ഞോ. കോഎഫിഷ്യൻസ് ഏതൊക്കെയായിരിക്കും? ഏതായിരിക്കും അർജുനെ? ആദ്യത്തെ കോഎഫിഷ്യന്റ് എത്രയാണ്? A⁴. എടാ കോഎഫിഷ്യന്റ് 4 അല്ലേ? അത് പവർ അല്ലടാ. A⁴ 4 കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന കോൺസ്റ്റന്റ് എത്രയാണ്? AL അല്ലേ? കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണ എങ്ങനെയാണെന്ന് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാ C0 ആണ് ഉദ്ദേശിച്ചേ? C0 അത് 4C0. 4C0 എടാ അതാണ് കോഎഫിഷ്യന്റ് കേട്ടോ. 4C0 ആദ്യത്തത് 4C0. അടുത്തതോ 4C1. 4C1. പിന്നത്തേത് 4C2. അടുത്തത് 4
4C3. അടുത്തത് 4C4. 4C0, 4C1, 4C2, 4C3, 4C4. ഇനി പറഞ്ഞോ എയുടെയും ബിയുടെയും പവറുകൾ പറഞ്ഞു. ആയതിനകത്ത് എന്തൊരു പറഞ്ഞേ? 1. എയുടെയും ബിയുടെയും പവറിന്റെ വാല്യൂ ഇല്ല ഞാൻ ചോദിച്ച. എയും ബിയും. എ റേസ് ടു 4 പ്ലസ്. അടുത്തതോ ഞാനാണോ? നീ തന്നെ പറഞ്ഞോ, കംപ്ലീറ്റ് നീ പറഞ്ഞോ. എ റേസ് ടു 4 അല്ലേ, പിന്നെ എ ക്യൂബ് ആവും. എ ക്യൂബ് ബി. അടുത്തതാ പിന്നെ എ സ്ക്വയർ ബി സ്ക്വയർ. അടുത്തതാ പിന്നെ എ ബി ക്യൂബ്. അടുത്തതാ ബി റേസ് ടു 4. ശരി, ഇതിന്റെ വാല്യൂ കൂടെ കൊടുത്താൽ ആൻസർ ആയി കേട്ടോ. ഇങ്ങനെയാണ് ഇത് എഴുതുന്ന ടെക്നിക്ക്. ഇതിന്റെ വാല്യൂ കൂടെ കൊടുത്താൽ ആൻസർ ആയി. എന്താ 4C4, 4C0? എന്താ റിസ്വിനെ 4C0 വാല്യൂസ് പറഞ്ഞ റിസ്വിനെ? 4C0 1. അപ്പോൾ 1 into a raised to 4, a raised to 4. 4C1 4. 4a cube b. 4C2 കണ്ടുപിടിക്കടാ, അറിയില്ലേ? കണ്ടുപിടിക്കുക. 4C2 എങ്ങനെയാ കാണണേ? 6 a സ്ക്വയർ b സ്ക്വയർ. 4C3 ഈ 4C1 തന്നെ വരും. 4ab cube. അങ്ങനെ പോൾട്ട് അപ്പ് 1 6 പിന്നെ കുറയും. 4C4 1 b raised to 4. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടത് റേസ് ടു n ആണ് കേട്ടോ. ജനറലൈസ് ചെയ്യാൻ പോവാ. ജനറൽ ആയിട്ട് a പ്ലസ് ബി ദ ഹോൾ റേസ് ടു n എങ്ങനെ എഴുതാം എന്നാണ് അറിയേണ്ടത്. a പ്ലസ് ബി ദ ഹോൾ റേസ് ടു n. a plus b the whole raised to n equal to. പറഞ്ഞോ, ആർക്ക് പറയാം? ഭീമ മറിയം. ഇത് നമ്മൾ നേരത്തെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണോ? ഭീമ സൗണ്ട് ക്ലിയർ അല്ല മോളെ. ഇല്ല, രക്ഷയില്ല. മ്യൂട്ട് ചെയ്തോ. എന്ത് വരും സാറാ? സർ സാറാ a plus b raised to n. പറഞ്ഞോ, ശരിയായിക്കൊള്ളുന്നേ. തെറ്റാണ് ഞാൻ സഹായിക്കാം. പറഞ്ഞോ, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം നമ്മള്? a plus b raised to n. പെട്ടെന്ന് മറുപടി പറ സാറാ, വരാൻ നടക്കൂലല്ലോ. a raised to n. അതിന് മുമ്പ് കോഎഫിഷ്യന്റ് ആദ്യം പറ. nc0 nc0 a raised to n അല്ലേ? പ്ലസ് nc1 a raised to nb. a raised to nb. അപ്പൊ ഇവിടെ a raised to n-ന്റെ n-ഉം b യുടെ ഒരു +1 ആയി പോയില്ലോ. n വരെയല്ലേ വരാമ്പോളൂ പവർ. n+1 ആയില്ലേ? എയുടെ പവർ കുറച്ചില്ലല്ലോ അവിടെ. നമ്മൾ പറഞ്ഞ മെത്തഡ് അങ്ങനല്ലേ? എയുടെ മാക്സിമം പവർ നിന്ന് തുടങ്ങും. എന്നിട്ട് എയുടെ പവർ ഓരോന്ന് കുറഞ്ഞു പോണ്ടേ? അവിടെ എയുടെ പവർ കുറച്ചില്ലല്ലോ. രണ്ടിടത്ത് എ റേസ് ടു n പറ്റൂലല്ലോ. ഇവിടെ എ റേസ് ടു n ആണെങ്കിൽ അടുത്തിനകത്ത് ഒന്നുകൂടെ കുറയണം. അപ്പൊ എന്ത് വരും? n-1 ആണ്. എ റേസ് ടു n-1 വേണം. എ റേസ് ടു n-1 b കേട്ടോ. എയുടെ പവർ ഒന്ന് കുറയണം, ബിയുടെ പവർ സ്റ്റാർട്ട് ചെയ്തു ബി. അടുത്തതോ സാറാ? nc2 nc2
A raised to n minus A raised to n minus 2 b bn. bn ഓ ബിയുടെ പവർ എങ്ങനെയാ നോക്ക് സാറാ. എയുടെ പവർ തൊട്ട് മുമ്പിലത്തെ ടൈം നോക്കുന്നേ, തൊട്ട് മുമ്പിലത്തെ ടൈം നോക്കാണ്ട് എയുടെ പവർ ഒന്ന് കുറയ്ക്കണം, ബിയുടെ പവർ ഒന്ന് കൂട്ടണം. തൊട്ട് മുമ്പിലത്തെ ടൈം നോക്കിയിട്ട് എയുടെ പവർ ഒന്ന് കുറയ്ക്കുക, ബിയുടെ പവർ ഒന്ന് കൂട്ടുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എയുടെ പവർ ഒന്ന് കുറച്ച് n-2 ആയി, ബിയുടെ പവർ ഒന്ന് n+1. അല്ല, ആദ്യത്തെ എത്രയായിരുന്നു ബിയുടെ പവർ? ഇനി മുമ്പിലത്തെ ടൈമിന്റെ ബിയുടെ പവർ എത്രയാ? 1 അല്ലേ? അപ്പൊ അടുത്തത് ഇവിടെ എന്ത് തന്നെ ബിയുടെ n+2. എന്താ പറയണേ? ഇവിടെ ബിയുടെ പവർ എത്രയാണ്? 1. ബി റേസ് ടു 1 അല്ലേ? അപ്പൊ അടുത്ത ടൈമിൽ എന്ത് വരും ബിയുടെ പവർ? 2. 2 n+2 ഇവിടെ തന്നെ 2 അല്ലേ ഉള്ളൂ, b². ശരി, അടുത്ത പറഞ്ഞേ. അടുത്ത ടൈം nc3 nc3 n minus nc3 a n a അറിയില്ല സർ. പവർ ഒന്ന് കുറയ്ക്കണം, എന്നാ തന്നെ അറിയാനുള്ള. -3. n-3 a raised to n-3. ബിയുടെ പവർ ഒന്ന് കൂട്ടണം. അപ്പൊ എത്ര വരും? b³ ആണ്. b³. നിങ്ങൾ ഇത്ര കാര്യം നോക്കിയാൽ മതി. ആ പവർ കൂട്ടുമ്പോൾ n ആയിരിക്കണം. ആദ്യത്തിൽ നോക്കുന്നത് a raised to n, ഇവിടെ n ഉണ്ട്, ഇവിടെ n-1 ബിയുടെ ഒരു 1, അത് കൂട്ടുമ്പോൾ n ആവും. ഇത് ഇവിടെ കണ്ടോ, n-2 2 പവർ മാത്രം നോക്കുക. n-2 2 കൂട്ടുമ്പോൾ n ആവും, n-3 3 കൂട്ടുമ്പോൾ n ആവും. അങ്ങനെ കൂട്ടുമ്പോൾ n കിട്ടണം, അത്രേ നോക്കാനുള്ളൂ. രണ്ട് പവറേയും കൂട്ടുമ്പോൾ n ആയിരിക്കണം, പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടൈം പറഞ്ഞേ. അതിനുമ്പലത്തെ ഒരു ടൈം കൊണ്ട് എഴുതണം കേട്ടോ. ലാസ്റ്റ് ടൈം എഴുതിയിട്ട് ഏതായാലും അതിനുമ്പലത്തെ ടൈം എഴുതാം. ലാസ്റ്റ് ടൈം എങ്ങനെ എഴുതാം നമുക്ക്? എന്താ അഷ്കറ ലാസ്റ്റ് ടൈം? b raised to n. അത്രല്ലേ ഉള്ളൂ. NCN അത് 1 ആണ് കേട്ടോ. നീ പറഞ്ഞ ശരിയാണ്. NCN 1 ആണ്. കടന്നോട്ടെ. NCN b raised to n. b raised to n. അതിന് മുമ്പിലത്തെ ടൈം NCn-1. ഇതിന് തൊട്ട് മുമ്പ് NCn-1. a raised to n-1. അല്ല, a raised to n-1 ഇവിടെ രണ്ടാമത്തെ ടൈമിൽ വന്നു. അത് കുറഞ്ഞാ പോണത്. a raised to n-n ആണോ? a raised to n-n. അപ്പൊ a raised to 0 പോലെടാ. a raised to 0 ആണോ? അല്ല, a raised to 0 അവസാനത്തിലല്ലേ a ഇല്ലാത്തേ? അവസാനത്തിൽ a ഇല്ലല്ലോ. നീ അൺമ്യൂട്ട് ചെയ്യേ. a raised to 2 ഏതാ? a raised to 2 അല്ല. എന്നാ a എഴുതണ്ട. എഴുതാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്കറിയില്ല സാറേ. എടാ എയാന്നേ. ഈ എ കുറഞ്ഞു വരില്ല. ഇവിടെ എ വന്നു, അടുത്തേലാകുമ്പോ എ പോയിട്ട് ഒന്നും ഇല്ലാണ്ടാവും. ശരിയല്ലേ? മനസ്സിലായില്ലേ? കുറഞ്ഞു വരില്ലേ. അവസാനത്തിൽ എ ഇല്ല. അപ്പൊ അതിന് തൊട്ടുമ്പോഴത്തേനകത്ത് ഒരു എ ഉണ്ട്, a raised to 1 ഉണ്ട്. ഓക്കെ, ശരി. ഇനി ബിയുടെ പറ. ബിയുടെ b raised to n. ബി raised to n അവസാനത്തില, മാക്സിമം വരുന്ന അവസാനത്തില. b raised to n-1. b raised to n-1. ഇതാട്ടോ മക്കളെ ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന സാധനം. ഈ കിടക്കുന്നത് ബൈനോമിയൽ തിയറം. a plus b the whole raised to n. a plus b the whole raised to n. നിങ്ങൾക്ക് എയും ബിയും ഒക്കെ ഇങ്ങനെ തന്നിട്ട് വേറെ വാല്യൂസ് ആയിരിക്കും തന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും. റേസ് ടു n ഒന്നും ചോദിക്കില്ല,
റേസ് ടു 4 5 6 അങ്ങനെയൊക്കെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ചോദിക്കും. അതാണ് നമ്മുടെ എക്സസൈസ് ചെയ്യാനുള്ളത് കേട്ടോ. a plus b the whole raised to n എഴുതിക്കേ താഴെ. for any positive integer n for any positive integer n for any positive integer n a plus b the whole raised to n equal to എഴുതിക്കോ. a plus b the whole raised to n equal to തന്നെ എഴുതിക്കോ. a plus b the whole raised to n equal to എഴുതിക്കോ. ഓക്കെ എഴുതിക്കോ. a plus b the whole raised to n നാളെ ഞാൻ ചോദിക്കട്ടോ. a plus b the whole raised to n NC0 a raised to n. ആ പാറ്റേണുകൾ ഓർത്ത് വെക്കണം കേട്ടോ. ചുമ്മാ കാണാപ്പടം പഠിച്ചാൽ പറയാൻ പറ്റില്ല. പാറ്റേൺ ഓർത്ത് വെക്കണം. NC0 a raised to n. അടുത്തതായപ്പോഴോ NC1 എയുടെ പവർ ഒന്ന് കുറഞ്ഞു. a raised to n minus 1 b കയറി b. അടുത്തതായപ്പോൾ NC2 a raised to n minus 2 b സ്ക്വയർ ആയി. അടുത്തത് NC3 a raised to n minus 3 b ക്യൂബ് ആയി. പ്ലസ് എക്സെട്ര. സെക്കൻഡ് ലാസ്റ്റ് ടൈം വന്നിരിക്കുന്നത് എന്താണ്? NCn minus 1 a b raised to n minus 1 പ്ലസ് ലാസ്റ്റ് ടൈം NCn b raised to n. a plus b the whole raised to n. എഴുതി എല്ലാവരും. തെറ്റരുത് കേട്ടോ. തെറ്റരുത്. a plus b the whole raised to n. ഇനി താഴെ എഴുതിക്കൊള്ളുക. This expansion contains ഡാഷ് നിങ്ങൾ ഫില്ല് ചെയ്തു കേട്ടോ. ടേംസ് എത്ര ടേം ഉണ്ട് ഇതിനകത്ത്? ഈ എക്സ്പാൻഷനകത്ത് എത്ര ടേം ഉണ്ടെന്ന്. ദിസ് എക്സ്പാൻഷൻ കണ്ടെയ്ൻസ് ഡാഷ് ടേംസ്. ഡാഷ് ഫില്ല് ചെയ്തോളുക. ഈ എക്സ്പാൻഷനകത്ത് എത്ര ടേം ഉണ്ടെന്ന് കുറച്ചു മുമ്പ് ഞാൻ ചോദിച്ചതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. a plus b the whole സ്ക്വയറിൽ എത്രയുണ്ടെന്ന്, ക്യൂബിൽ എത്രയുണ്ട്, 4ൽ എത്രയുണ്ട്, 5ൽ എത്രയുണ്ടെന്നൊക്കെ ഞാൻ ചോദിച്ചതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എത്ര എണ്ണമുണ്ട് ഈ എക്സ്പാൻഷനകത്ത്? അൽസാഫെ n number of terms അല്ല. അല്ലേ? a plus b the whole സ്ക്വയറിൽ എത്ര ടേം ഉണ്ടായിരുന്നുടാ? 3 ടേം. 3 ടേം. a plus b the ക്യൂബിനകത്തോ? 4 ടേം. 4 ടേം. അപ്പൊ പറ അങ്ങനെയാണെങ്കിൽ അപ്പോ n+1. n+1 ടേംസ്. ഓക്കെ. This expansion contains n+1 terms. n+1 terms ഉണ്ട്. ബൈനോമിയൽ എക്സ്പാൻഷനകത്ത് n+1 terms ഉണ്ട്. അടുത്ത പോയിന്റ് ആയിട്ട് താഴെ എഴുതുക കേട്ടോ. In the expansion, the index of a. In the expansion, the index of a, small letter a. The index of small letter a. In the expansion, the index of a goes on decreasing by 1. Goes on decreasing by 1. In this expansion, the index of a goes on decreasing by 1, starting from n.
starting from n. Starting from n. In this expansion, index of A goes on decreasing by 1. ഓരോന്നായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. എയുടെ പവർ ഓരോന്നായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. സ്റ്റാർട്ടിംഗ് ഫ്രം n and ending with 0. A raised to n ൽ നിന്ന് തുടങ്ങും, അവസാനത്തേൽ A raised to 0 ആയിരിക്കും. Starting with n and ending with 0. മൂന്നാമത്തത്, the index of B, B യുടെ ഇൻഡെക്സ്, the index of B goes on increasing by 1. The index of B goes on increasing by 1 starting from 0. The index of B increasing by 1 starting from 0 and ending with n. Starting from 0 and ending with n. സാർ ആ പോയിന്റ് ഒന്ന് കൂടെ പറയാമോ? The index of B goes on increasing by 1. ഒന്നുകൂടി പോകുന്നു. Starting from 0, 0 ൽ നിന്നാണ് തുടങ്ങുന്നത്, and ending with n. Starting from 0 and ending with n. അടുത്തത്, in every term sum of indices of in every term sum of indices of A and B. In every term sum of indices of A and B. In every term sum of indices of A and B is equal to n. In every term sum of indices of A and B is equal to n. Sum of indices A and B is equal to small letter n. മനസ്സിലായില്ലേ പറഞ്ഞ കാര്യങ്ങള്? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാ പറഞ്ഞേക്കണത്? ഈ എക്സ്പാൻഷനകത്ത് മൊത്തം n+1 ടേം ഉണ്ടെന്ന്. n+1 ടേം 0യിലാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് രണ്ടാമത്തെ ടേം തൊട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ടേം 1, 2, 3 അവസാനം n, പിന്നെ ഒരു 0 ഇവിടെ ഉണ്ട്. അപ്പോൾ n+1 ടേംസ് ഉണ്ട്. എക്സ്പാൻഷനകത്ത് n+1 ടേം ഉണ്ട്. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് എയുടെ പവർ മാക്സിമം ആയ എന്നിൽ നിന്ന് തുടങ്ങും. എയുടെ പവർ മാക്സിമം ആയ എന്നിൽ നിന്ന് തുടങ്ങും, ഓരോന്ന് കുറയും. n അടുത്തത് n-1 ആയി, n-2 ആയി, n-3 ആയി, ഓരോന്ന് കുറഞ്ഞ് ഇവിടെ A raised to 0 ആണ്. 0യിൽ തീരും. A raised to 0 എഴുതേണ്ട ആവശ്യമില്ല, 1 ആണ്. എയുടെ പവർ മാക്സിമം ആയ എന്നിൽ നിന്ന് തുടങ്ങി ഓരോന്ന് കുറഞ്ഞ് A raised to 0യിൽ തീരും. നേരെ തിരിച്ച് ബിയുടെ പവർ മിനിമം ആയ 0യിൽ നിന്ന് തുടങ്ങും. ഇവിടുത്തെ B raised to 0 ആണ് ആയിട്ടല്ല, പിന്നത്തേൽ B raised to 1 ആയി, പിന്നത്തേൽ B² ആയി, പിന്നത്തേൽ B³ ആയി, അങ്ങനെ മാക്സിമം ആയ B raised to n ൽ തീരും. മനസ്സിലായോ? എയുടെ പവർ മാക്സിമം ആയ എന്നിൽ നിന്ന് തുടങ്ങി മിനിമം ആയ 0യിൽ തീരും. നേരെ തിരിച്ച് ബിയുടെ പവർ മിനിമം ആയ 0യിൽ തുടങ്ങി മാക്സിമം ആയി എന്നിൽ തീരും. എയുടെ പവർ ഓരോന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും, ബിയുടെ പവർ ഓരോന്ന് കൂടിക്കൊണ്ടിരിക്കും. ഇനി എല്ലാ ടേമിലും എയുടെയും ബിയുടെയും പവർ കൂട്ടിക്കഴിഞ്ഞാൽ n ആയിരിക്കും. എല്ലാ ടേമിനകത്തും. ആയതിനകത്ത് നോക്കിയേ, n+0 n വരും. ഇവിടെ n-1 + 1 n കിട്ടും. ഇവിടെ n-2 + 2 n ആണ്. n-3 + 3 n ആണ്. എല്ലാ ടേമിനകത്തും എയുടെയും ബിയുടെയും പവർ കൂട്ടിക്കഴിഞ്ഞാൽ n ആയിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെയെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് എഴുതേണ്ടത് a - b the whole raised to
n. a minus b the whole raised to n ന്റെ എക്സ്പാൻഷൻ എഴുതണം. ഇപ്പൊ എഴുതിയിരിക്കുന്നത് a plus b the whole raised to n ആണ്. അതുപോലെ a minus b the whole raised to n ന്റെ എക്സ്പാൻഷൻ എഴുതണം. ആദ്യം എന്തായിരിക്കും വ്യത്യാസം അല്ലെങ്കിൽ എങ്ങനെ കിട്ടാം എന്നൊന്ന് പറഞ്ഞ് എന്നിട്ട് എഴുതാം. a plus b the whole raised to n എഴുതിയിട്ടുണ്ട്. ഇനി a minus b the whole raised to n നമുക്ക് എഴുതണം. എന്തായിരിക്കും അതിനുള്ള മാർഗം? ഞാൻ ചോദിക്കട്ടെ. നമ്മൾ ആദ്യം ഇവിടെ a plus b the whole square ഒക്കെ എഴുതിയിട്ടുണ്ട്. സ്ഥലം കുറവാണ് ഇവിടെ എഴുതാനായിട്ട്. ഒരു കാര്യം ചെയ്യാം, താഴെ എഴുതാം. a minus b the whole square എന്താ? a minus b the whole square എന്താ ആൽഫിയ? സുനീർ? a square minus 2ab plus b square. a square minus 2ab plus b square. a minus b cube എന്താ a minus b cube? a cube minus a cube minus a cube minus ടേംസ് മാറില്ല. പ്ലസ് ആയാലും മൈനസ് ആയാലും ടേംസിന് മാറ്റില്ല. സെയിം ടേംസ് ആണ്. ഇത്രയും പറഞ്ഞ് ബൈനോമിയിലൊക്കെ എഴുതി കഴിഞ്ഞിട്ടോ. a cube minus 3 a square b plus 3ab square plus plus ആണോ? അല്ല, മൈനസ് ബി ക്യൂബ്. മൈനസ് ബി ക്യൂബ്. അതായത് നടുക്ക് പ്ലസ് ആയിരുന്നെങ്കിൽ, നടുക്ക് പ്ലസ് നമ്മൾ മുമ്പ് എഴുതിയിട്ടുണ്ട് കേട്ടോ, നേരത്തെ എഴുതിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം. a plus b whole square, a plus b whole cube, a plus b the whole raised to 5, a plus b the whole raised to 4 എല്ലാം എഴുതിയിട്ടുണ്ട്. എല്ലാത്തിലും പ്ലസ് അല്ലേ? നോക്കി, എല്ലാത്തിലും പ്ലസ് ആണ് വന്നേക്കുന്നത് കണ്ടോ. പ്ലസ് ആണെങ്കിൽ എല്ലായിടത്തും പ്ലസ് ആയിരിക്കും കണ്ടോ. എല്ലായിടത്തും പ്ലസ് ആണ്. a plus b the whole raised to 5 എല്ലായിടത്തും പ്ലസ് ആണ്. പക്ഷേ മൈനസ് ആണെങ്കിൽ, നമുക്ക് മൈനസ് ആണെങ്കിൽ എന്താ വ്യത്യാസം വന്നത്? പ്ലസ് ആണെങ്കിൽ എല്ലാ ടൈമും പ്ലസ്. നടുക്ക് മൈനസ് വന്നാൽ എന്ത് വ്യത്യാസം വരും? നടുക്ക് മൈനസ് വന്നാൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? ടേംസ് മാറില്ല കേട്ടോ. a plus b ഹോൾ ക്യൂബ് ആണെങ്കിലും a plus b the whole raised to 4 ആണെങ്കിലും a minus b the whole ക്യൂബിനും a minus b the whole raised to 4 ടേംസ് സെയിം ആ. ക്യൂബിന്റെ ടേംസ് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും സെയിം ആ. ദെൻ raised to 4ന്റെ ടേംസ് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും സെയിം ആ. പിന്നെ സൈനിലാണ് മാറ്റം വരുന്നത്. പ്ലസ് ആണെങ്കിൽ എല്ലാം പ്ലസ് ആണ്. ദെൻ മൈനസ് വന്നാലോ എങ്ങനെയായിരിക്കും? എന്നെ ഷിജു? സൈൻ ഓൾട്ടർനേറ്റ് ആയിട്ട് വരും. പ്ലസ് മൈനസ് ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് വരും കേട്ടോ. ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസ് ആയിരിക്കും. ആദ്യത്തേത് പ്ലസ് ആയിരിക്കും, രണ്ടാമത്തേത് മൈനസ് ആയിരിക്കും. ഈ റേസ് ടു 5നകത്ത് റേസ് ടു 5 ആണെങ്കിൽ ആദ്യത്തേത് പ്ലസ്, രണ്ടാമത്തെ മൈനസ്, ഈ മൂന്നാമത്തേത് പ്ലസ്, നാലാമത്തേത് മൈനസ്, അടുത്തത് പ്ലസ്, പിന്നത്തെ മൈനസ്, ഇങ്ങനെ വരും. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് ആയിട്ട് വരും കേട്ടോ. പോസിറ്റീവ് ആണെങ്കിൽ എല്ലാം പോസിറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ എല്ലാം പോസിറ്റീവ്. ദെൻ നടുക്കുള്ള സൈൻ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് ആയിരിക്കും. നാളെ പറയാം കേട്ടോ മക്കളെ. ലീവ് ചെയ്യരുത്, ലീവ് ചെയ്യരുത്. ബാക്കി കാര്യങ്ങൾ നാളെ പറയാം. കറക്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് വരിക. ഫോർമുലാസും കാര്യങ്ങളും അറിയാതിരിക്കണം. കോമ്പിനേഷനിലെ ക്വസ്റ്റ്യൻസും ഞാൻ ചോദിക്കും. ലീവ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്തോ ഇൻസ്ട്രക്ഷൻ പറയാൻ കേട്ടോ. അതൊക്കെ കേട്ടിട്ട് ലീവ് ചെയ്യുക. ഓക്കെ ജോൺസേ? സാറേ ഓക്കെ, ഞാൻ ലീവ് ചെയ്തോട്ടെ? സാർ ലീവ് ചെയ്തോ. ഓക്കെ.